2024 ജാനുവരി മാസം മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. അശ്വതി നക്ഷത്രം വരുന്നത് മേടൻ രാശിയിലാണ്. ആ മേടൻ രാശിയിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിക്ക് ഈ ഒരു വർഷം മുഴുവൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇപ്പോൾ തന്നെ ലഗ്നത്തിൽ, അതായത് ആ രാശിയിൽ തന്നെയാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ 30 വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ ഏപ്രിൽ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യാഴം 2ലേക്കാണ് വരിക. അപ്പോൾ അതിലും കൂടുതലുള്ള ഒരു നല്ല സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം മുഴുവൻ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയവും, പിന്നെ അതുപോലെ പുതിയ ഭൂമി, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ പുതിയ ബിസിനസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. വിദേശവാസത്തിനും നല്ലൊരു സമയമാണ്. വെച്ചാൽ രാഹു 12 നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ വിദേശത്തേക്ക് പോകാനായി രാഹു സമ്മതിക്കുന്ന ഒരു ഗ്രഹമാണ് വിദേശവാസം. വ്യാഴം, പിന്നെ ഈ മേടൻ രാശിക്കാർക്ക് ശനീശ്വരൻ നിൽക്കുന്നത് 11ാം ഭാവത്തിലായതുകൊണ്ട് എന്തൊരു ജോലിയിലേക്ക് വരുമ്പം ലാഭം നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശനീശ്വരനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ശനിയാണ് നമുക്ക് ലാഭത്തെ കൊണ്ടുവരുന്ന ഒരു ഗ്രഹം. കർമ്മത്തിൽ വളരെയധികം നന്നായി സൂക്ഷിച്ച്, അതായത് എന്ത് കർമ്മമാണോ നമ്മൾ ഏറ്റെടുക്കുന്നത് ആ കർമ്മം വളരെ നന്നായിട്ട് തന്നെ കാലത്തെണീറ്റ് അതിലേക്ക് ഓടാനും അതെത്തിക്കാനും ഒക്കെയുള്ള ഒരു ഫലം നമ്മൾ ഈ കർമ്മത്തിലൂടെ ഉണ്ടാക്കുന്നത് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയമാണ്. ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ഇത്രയും നല്ല ഗുണാനുഭവങ്ങൾ നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അടുത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം. ഇടയ്ക്ക് ഒരു പിടിപ്പണം സമർപ്പിക്കുകയും നെയ്വിളക്ക്, ഒരു ചന്ദനത്തിരി, ഒരു പാൽപ്പായസം അതൊക്കെ സമർപ്പിക്കുകയും ചെയ്യുക. പിന്നെ ശനീശ്വരനാണ് 11 ഞാൻ പറഞ്ഞ പോലെ ശനിയുടെ അമ്പലത്തിൽ, ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിൻവിളക്ക്, മുൻവിളക്ക്, ധാര എന്നിവ കൊടുക്കുക. പിന്നെ ഈ വിദേശവാസത്തിന് കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നാഗർക്ക് പൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിന് പൂജ കൊടുക്കുകയും ചെയ്യുക. ഇത് സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കൊക്കെ ഇത് ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. ഒരു കുടുംബത്തിൽ ഒത്തൊരുമയോടുകൂടി ഈ ഒരു വർഷം നന്നായിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് പോകാൻ ഇതെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പം ജന്മത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. പക്ഷെ ജന്മത്തിൽ വ്യാഴവും ഈ ഒരു വർഷം ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. 11ലാണ് ഇവർക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരൻ 11 നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ശനി കൊണ്ടുവന്ന് തരും എന്നാണ് പറയുക. അപ്പോൾ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ 10ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായിരിക്കുന്നത് ശനിയാണ്. അപ്പോൾ ആ ശനി 11 ലാഭസ്ഥാനത്താണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഭൂമി സംബന്ധമായിട്ട് ഇപ്പോൾ വിൽക്കല്, വാങ്ങൽ, അതിലൂടെയൊക്കെ ധനം, വളരെ ലാഭം ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഏപ്രിൽ മാസം കഴിഞ്ഞാണെങ്കിൽ ഈ വ്യാഴം നിങ്ങൾക്ക് 2ലാണ് വരുന്നത്. അപ്പോൾ ഇത്തിരി കൂടി നല്ല സമയമാണ്. അപ്പോൾ ഈ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2ലേക്ക് വരുന്ന, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ 2ലേക്ക് വരുന്ന വ്യാഴവും, ബിസിനസ്, കുട്ടികളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വിദേശത്ത് പോയാൽ ഏത് ജോലിയാണോ അവർ ആഗ്രഹിച്ച് അത് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർ വിചാരിച്ച വിശേഷപ്പെട്ട ആഭരണങ്ങളും വീട്, വസ്തു, വാഹനം എന്നൊക്കെ ലഭിക്കാനൊക്കെയുള്ള ഏറ്റവും നല്ലൊരു സമയമാണ് ഭരണി നക്ഷത്രക്കാർ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് 12ലാണ് രാഹു. 12 രാഹു നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, വീഴ്ചകൾ, അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുറച്ച്. അതിൽ വ്യാഴവും ശനീശ്വരൻ നല്ലതാണെങ്കിൽ രാഹു നമ്മൾക്ക് എപ്പോഴും ഒരു ഛായാഗ്രഹമാണ്. എപ്പോൾ വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് അത് നമ്മളെ തട്ടിയിടാം. ഈ വെള്ളം ഉള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ കാല് തെന്നി വീഴാം. ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു ഗ്രഹമാണ് രാഹു. അപ്പം അതൊക്കെ വളരെ ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നന്നായി ശ്രദ്ധിച്ച് അതിലെ ശനിയും അതിലെ വ്യാഴവും എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ചും, പിന്നെ നിങ്ങളുടെ ദശാകാലങ്ങളിൽ ഒരേ വയസ്സിനനുസരിച്ച് ദശാകാലങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ ആ ദശാകാലങ്ങൾ അനുസരിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുകയും, പിന്നെ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഗണപതിക്ക് തേങ്ങ മുട്ടർക്കുകയും ഗണപതിക്ക് കറുകമാല കൊടുക്കുക. ഈ രാഹുവിൻ്റേതായ ദോഷങ്ങൾ ഈ കറുകമാല കൊടുക്കുമ്പോൾ ഇത്തിരി മാറ്റം വരും. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ദേവിക്ക് ചെത്തിപ്പൂ കൊണ്ട് മാല കൊടുക്കുക, അതുകൊണ്ട് തന്നെ അർച്ചന കൊടുക്കുക. പിന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാട്, ശനീശ്വരന് പിന്നിൽ വിളക്ക്, ധാര, കൂവളത്തിന്മാല ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത്. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം 2 രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ്. മേടൻ രാശിയിലും ഇടവൻ രാശിയിലും.
അപ്പം മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നല്ല അനുകൂലമായൊരു സമയമാണ്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ല അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് മേടൻ രാശിയിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നത്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ ലഗ്നത്തിലാണ് വ്യാഴം. അപ്പോൾ ആ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ രണ്ടാം ഇടത്തേക്ക് മാറും. പുതിയ പുതിയ ബിസിനസ്സുകളും ബിസിനസ്, തൊഴിൽ അങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സമയമാണ്. തൊഴിൽ തേടുന്നവർക്ക്, വിദേശത്ത് പോയി തൊഴിൽ നോക്കുന്നവർക്ക് ഒക്കെ ഈ ഒരു ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു സമയമായിട്ട് കിട്ടുകയും പിന്നെ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് വിദേശവാസം ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. പിന്നെ കുട്ടികളാണെങ്കിലും നന്നായിട്ട് പഠിപ്പിലും നല്ല മികവൊക്കെ കിട്ടാൻ ഏപ്രിൽ മാസത്തിന് ശേഷം, മാർച്ചിൽ നന്നായിട്ട് പഠിക്കുക, ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും നമുക്ക് ഉന്നത വിജയത്തിലേക്ക് എത്താനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പുതിയൊരു സംരംഭം തുടങ്ങുകയാണെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭങ്ങൾ നല്ലൊരു രീതിയിൽ എത്തിച്ചേരാനായിട്ട് മേടൻ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഇടവൻ രാശിയിലാണ്. ഇടവൻ രാശിയിലേക്ക് മുക്കാൽ ഭാഗവും വന്ന് നിൽക്കുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഇടവൻ രാശിയിലാണ്. അപ്പോൾ ഇടവത്തിൽ ഇപ്പോൾ അവർക്ക് 12-ൽ നിൽക്കുന്ന വ്യാഴമാണ് ഇടവത്തിൽ നിൽക്കുന്നത്, ജന്മത്തിൽ വരിക. അപ്പോൾ ജന്മത്തിൽ ഏപ്രിൽ മാസം മുതൽ വരുമ്പോൾ അവർ കൂടുതൽ ഈശ്വരനെ നന്നായിട്ട് ഭജിച്ചുകൊണ്ട് കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ശനി. അപ്പോൾ ജന്മത്തിൽ വ്യാഴവും കൂടി നിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം അവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. വിദേശത്ത് വസിക്കുന്നവരാണെങ്കിലും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കാണെങ്കിലും വളരെ ശ്രദ്ധിച്ച്, അതായത് അവർ ഓരോ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതാണെങ്കിലും ഒരു പേപ്പർ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതാണെങ്കിലും ഒക്കെ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അവർ ഓരോ തൊഴിൽ മേഖലയിലും ഇറങ്ങി പുറപ്പെടുന്നതാണ്. പിന്നെ ഉള്ളത് കുട്ടികളെ കാര്യമാണ്. കുട്ടികളാണെങ്കിലും പഠിക്കാനൊക്കെ ആയിട്ട് ഇത്തിരി പിന്നിലേക്കായിരിക്കും. അവർക്ക് ഒരു ക്ഷീണം, ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ വരുന്നൊരു സമയമാണ് ജന്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ. അപ്പോൾ അതിനൊക്കെ നല്ല നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് കൃഷ്ണന് വേണ്ട ഒരു പാൽപ്പായസം അങ്ങനെയുള്ള പൂജകളൊക്കെ കൊടുക്കുക. പിന്നെ അതേപോലെ വാഹനാദി കാര്യങ്ങളൊക്കെ ഓടിക്കുന്നവർക്ക് വളരെയധികം സൂക്ഷിച്ച് ഈ ഒരു വർഷം കാർത്തിക നക്ഷത്രം ഇടവക്കൂറിലുള്ളവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കുക. തൊഴിൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നത് ശനിയെ നന്നായിട്ട് ഭജിക്കുക. അതായത് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര എന്നിവ കൊടുക്കുക. മഹാവിഷ്ണുവിന് പാൽപ്പായസം, ദേവിക്ക് മഹാലക്ഷ്മിക്ക് മുല്ലപ്പൂ കൊണ്ട് വഴിപാടുകളും ചെയ്യാം. ഇതൊക്കെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇടവക്കൂറിൽ നിൽക്കുന്നവർക്ക് ചെയ്യേണ്ടത്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ ഇടവൻ രാശിക്കൂറിൽ വരുന്നവരാണ്. അവർക്ക് 2024 വ്യാഴം വരുന്ന സമയം, അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് ജന്മത്തിലാണ് വ്യാഴം വരിക. ഇപ്പോൾ ഇടവൻ രാശിക്കാർക്ക് 12-ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അത് ജന്മത്തിൽ വരുന്ന വ്യാഴമാണ്. നന്നായിട്ട് ഈ മഹാവിഷ്ണുവിനെ തന്നെ ഭജിക്കുന്ന ഒരു കാലഘട്ടമാണ് രോഹിണി നക്ഷത്രക്കാർ. അപ്പോൾ വിഷ്ണുവിൻ്റെ നക്ഷത്രം കൂടിയാണെന്നാണ് പറയുക, കൃഷ്ണൻ്റെ ഒരു നക്ഷത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണനെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ അതിലൂടെ വരുന്ന നമുക്ക് 10-ാം ഭാവത്തിൽ നമ്മുടെ കർമ്മത്തിലാണ് ശനി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രോഹിണി നക്ഷത്രത്തിൽ വരുന്ന വിദേശത്തും അതേപോലെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഈ ഒരു വർഷം വളരെയധികം സൂക്ഷിച്ച് കർമ്മ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കർമ്മം 10-ലാണ് ശനി വന്നിരിക്കുന്നത്, കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ്. ജന്മത്തിലാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അവർ പരിശ്രമിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും വിദേശത്താണെങ്കിലും തൊഴിൽ മേഖലയിലൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന മേഖലകളുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് അങ്ങനെയുള്ള മേഖലകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഈ രോഹിണി നക്ഷത്രക്കാർ ചെയ്യാം. അവരുടെ സ്ത്രീകളാണെങ്കിൽ അവരുടെ തൊഴിലിൽ എന്നും വളരെ കൃത്യതയോടുകൂടി ചെല്ലുക, എന്ത് കാര്യങ്ങളും നോട്ട്സൊക്കെ എഴുതി തയ്യാറാക്കി പോവുക. അങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു വർഷം നമുക്ക് സ്ത്രീകൾക്ക് ചെയ്യുന്നതാണ്. കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പഠിപ്പിലൊക്കെ നല്ല മികവൊക്കെ കാണിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ ധാരയൊക്കെ കൊടുക്കണം. അവർക്ക് ഉറക്കം വരും, ക്ഷീണം വരും, എപ്പോഴും ഉറങ്ങാൻ തോന്നും.
പിന്നെ രാഹു അവർക്കൊരു 11-ലുണ്ട്. രാഹു 11-ലുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒരു നല്ല ഒരു സമയമായിട്ട് കുട്ടികളെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ നമുക്ക് രാഹു 11-ൽ നിൽക്കുമ്പോൾ വിദേശവാസം ഒക്കെ കിട്ടാനായിട്ട് ഈ കുട്ടികളെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. പഠനത്തിനും മാത്രമല്ല, വിദേശത്തേക്ക് നമ്മൾ തൊഴിൽ തേടുന്നവർക്കും രാഹു 11-ൽ ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് രോഹിണി നക്ഷത്രക്കാർക്ക് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഭൂമി വാങ്ങാനും പിന്നെ കർമ്മങ്ങളിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഈ രാഹു നിൽക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ട് ഈ ഒരു വർഷം. പിന്നെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഇങ്ങനെയൊക്കെ ഞാൻ ഈ ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. ഗ്രഹനിലയിൽ നിങ്ങളുടെ രാഹു അതുപോലെ നിങ്ങളുടെ വ്യാഴമൊക്കെ ഏറ്റവും നല്ല കർക്കിടകത്തിലൊക്കെയാണ് വ്യാഴം ഉച്ചത്തിലൊക്കെ നിൽക്കുന്ന ഗ്രഹനിലകളാണെങ്കിൽ ഇത്തിരി ഏറ്റക്കുറച്ചിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ രോഹിണി നക്ഷത്രക്കാർ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര, കൂവളത്തിൽ മാല എന്നിവ ചേർത്താം. ഈ ശനി 10-ലാണല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ രാഹു നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാനായിട്ട് രാഹുവിന് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് രാഹുവിന് കേതുവിന് പൂജ കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് ഒരു പിടിപ്പണം സമർപ്പിക്കുക. സമസ്ത ദുരിതങ്ങളും എന്തെങ്കിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമസ്ത ദുരിതങ്ങളും മാറ്റി നമുക്കൊരു പിടിപ്പണം സമർപ്പിച്ച് ഒരു നെയ്യ്, ചന്ദനത്തിരി എന്നിവയൊക്കെ സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും. കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷാ കാലങ്ങളിൽ നിങ്ങൾ ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പിടിപ്പണമൊക്കെ സമർപ്പിച്ച് നെയ്യൊക്കെ സമർപ്പിച്ച് പാൽപ്പായസമൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ദേവീക്ഷേത്രത്തിൽ പോവുക, ഭദ്രകാളി സ്വരൂപിണിയായ ദേവീക്ഷേത്രത്തിൽ പോവുക, ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറി ഈ ഒരു വർഷം ഈ രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല രീതിയിലേക്ക് പോകാനായിട്ട് പറ്റുന്നതാണ്. മകേരി നക്ഷത്രം. അപ്പോൾ മകേരി നക്ഷത്രക്കാരെ ഇടവക്കൂറിൽ ആദ്യത്തെ 4 മാസം, അതായത് ജനുവരി മുതൽ 4 മാസം ഏപ്രിൽ വരെ വ്യാഴം നമുക്ക് 12-ാം ഭാവത്തിലും അത് കഴിഞ്ഞാൽ ജന്മത്തിലുമാണ് വരുന്നത്. അപ്പോൾ ഈ ഇടവൻ രാശിക്കാരിൽ വരുന്ന മകേരി നക്ഷത്രക്കാർ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അവർ ഇപ്പോഴേ 12-ലാണ്, ജന്മത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊഴിൽ മേഖലയിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. തൊഴിൽ ബിസിനസ്സുകാർക്കാണെങ്കിൽ ശനീശ്വരനാണെങ്കിൽ 10-ലായതുകൊണ്ട് കർമ്മത്തിലാണ് ശനി നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കണം. തടസ്സങ്ങളാണ് ആദ്യം വരിക, പിന്നെ അത് ശരിയായിട്ട് വരും. ജന്മത്തിൽ വ്യാഴം വരുമല്ലോ, ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഇത്രയും കൂടി ഒരു നല്ല സമയം. കുട്ടികളുടെ കാര്യങ്ങൾക്ക്, അതായത് പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോകുന്ന കുട്ടികൾ വളരെയധികം ഈശ്വരഭജനം ചെയ്ത് കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ മേഖലയും പുതിയ ബിസിനസ് ആയാലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന, പിന്നെ ഇടവൻ രാശിക്കാർക്ക് ഈ വസ്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വസ്ത്രാലയമൊക്കെ നടക്കുന്ന സ്ത്രീകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഉള്ളതിനെ നന്നായിട്ട് കർമ്മം നോക്കി ചെയ്യുക. അതായത് തൊഴിലിനെ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി നോക്കി ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ഇത് രാഹു 11-ൽ നിൽക്കുന്നത് കൊണ്ട് ഇത്രയും കൂടി നല്ലൊരു സമയം. പക്ഷേ കർമ്മത്തിൽ ശനീശ്വരൻ നിൽക്കുമ്പോൾ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങളുടെ ശനീശ്വരനായാലും വ്യാഴവും നല്ലൊരു സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതിൽ ഇത്തിരി മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മകേരി നക്ഷത്രത്തിൻ്റെ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച്, മിഥുനം രാശിയിലെ പകുതിയുണ്ടല്ലോ, അപ്പം ആ രാശിക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ശനി 12-ലേക്കാണ് വ്യാഴം വരിക. ഏപ്രിൽ കഴിഞ്ഞ 12-ലേക്ക് വ്യാഴവും ശനീശ്വരൻ നിൽക്കുന്നത് 9-ലുമാണ്. അപ്പോൾ 9-ൽ ശനി ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ്. പക്ഷെ ഈ വ്യാഴം നമുക്ക് 12-ൽ മോക്ഷസ്ഥാനമാണ് വ്യാഴത്തിന്. എങ്കിലും നമ്മളെ സംബന്ധിച്ച്, അതായത് തൊഴിലും ബിസിനസ്സും അങ്ങനെയൊക്കെ നടക്കുന്ന കുടുംബപരമായി നമ്മൾ ജീവിക്കുന്നവരെ സംബന്ധിച്ച് വ്യാഴം 12-ൽ വരുന്നത് നമുക്ക് ശോഭനമായ ഫലങ്ങളൊന്നല്ല തരിക. അപ്പോൾ നിങ്ങളെ ഓരോ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ, അതായത് തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷിയിടങ്ങളിലൊക്കെ
നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം സൂക്ഷിക്കുക. അതിന് പറ്റുന്ന കാര്യങ്ങൾ എന്താണ്? ഈശ്വരഭജനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്താണ്, കൂടുതൽ കൃഷിയിടങ്ങളിൽ കുറേ മുഞ്ഞ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടുതൽ വരും. 12ലേക്ക് ശനി, രാഹു വരിക. അപ്പം രാഹു എപ്പോഴും മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ മരുന്നും വേണം, നമുക്ക് മന്ത്രവും വേണം. അതുപോലെ പോകേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനൻ രാശിയിലെ മകേരി നക്ഷത്രക്കാർക്ക്. പിന്നെ അവർ ഈ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പിടിപ്പണം സമർപ്പിക്കുക, പിന്നെ പാൽപ്പായസം കൊടുക്കുക. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് തൃപ്പുക തൊഴുക. അതായത് വടക്കുനാഥൻ ക്ഷേത്രത്തിലൊക്കെ തൃപ്പുക തൊഴുന്ന വലിയൊരു കാര്യമുണ്ട്. രാത്രിയാണ്, അതൊരു 8 മണിക്കാണ് അതവിടെ വരിക. അതുപോലെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് തൃപ്പുക തൊഴുന്നത് ഏറ്റവും നല്ലതായിരിക്കും മിഥുനൻ രാശിക്കാരിലെ മകേരി നക്ഷത്രക്കാർക്ക്. കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധയോടുകൂടി പഠിക്കുന്ന കാര്യങ്ങളും, സ്ത്രീകളാണെങ്കിലും കർമ്മത്തിലും, പിന്നെ വീട്, ഭൂമി അതൊക്കെ വെക്കുന്നവർ വളരെയധികം സൂക്ഷിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ വ്യാഴം 12-ലായതുകൊണ്ട് നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ വാസ്തുകാരനെയൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് വേണം ഭൂമി കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് മിഥുനൻ രാശിക്കാർക്ക്. ഈ മിഥുനൻ രാശിക്കാർ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക. ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് പിൻവിളക്ക്, മിൻവിളക്ക്, ധാര എന്നിവ കൊടുക്കുക. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപിണിയായ ദേവി വേണം. ആ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അത് ചൊവ്വാഴ്ചയായാലോ വെള്ളിയാഴ്ചയായാലും വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ഇതിലൊക്കെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം ഉണ്ടാകുന്ന രാശിയിലുള്ള, അതായത് വ്യാഴൻ്റെയും ശനിയുടെയും മാറ്റങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നത് ഉണ്ടായിരിക്കും. തിരുവാതിര നക്ഷത്രം നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. മിഥുനക്കൂറുകാരായിട്ടുള്ള തിരുവാതിര നക്ഷത്രത്തിന് 2024 പൊതുവെ 4 മാസം വരെ, അതായത് ഏപ്രിൽ മാസം വരെ ഇവർക്ക് നല്ല സമയമാണ്. ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഇവരുടെ വ്യാഴം മാറുന്നത്. വ്യാഴം 12-ലാണ് എത്തുന്നത്. ഇപ്പോൾ ഇവർക്ക് 11-ലാണ്. പിന്നെ ഏപ്രിൽ മാസത്തിന് ശേഷം ഇവർക്ക് 12-ലേക്കാണ് വ്യാഴം വരുന്നത്. അത് വ്യാഴം 12-ലൊരു മോക്ഷസ്ഥാനമാണ്. എന്നാലും കൃഷ്ണൻ്റെ അമ്പലത്തിലൊക്കെ നന്നായിട്ട് ഭജന ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വാഹനങ്ങളാണെങ്കിലും വീട്, പിന്നെ വിദേശവാസം, തൊഴിൽ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഇപ്പോൾ നല്ലൊരു സമയമാണ്. ഇപ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ ഇവർക്ക് ഏറ്റവും നല്ല മുന്നോട്ടുള്ള കാലഘട്ടം ഏറ്റവും നല്ലൊരു സമയമായിരിക്കും. വിദേശത്ത് പോയിട്ട് പഠിക്കാനും വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ഇതൊരു നല്ലൊരു കാലഘട്ടമായിരിക്കും. ഏപ്രിൽ മാസത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ആ തൊഴിൽ തടസ്സങ്ങൾക്ക് വേണ്ടി വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച്, അതായത് തൊഴിലിലെ എല്ലാ കാര്യങ്ങൾക്കും കറക്റ്റ് സമയത്തിനും അവർ പറയുന്ന എല്ലാ റൂൾസും നോക്കി ആണ് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ മികവുണ്ടെങ്കിലും അവർക്ക് ഉറക്കക്കുറവ്, ക്ഷീണം അങ്ങനത്തെയൊക്കെ വരുന്നുണ്ട്. ഈ ശനീശ്വരനാണ് ഇവർക്ക് 9-ലെ ശനി ഏറ്റവും നല്ല ശനിയാണെങ്കിലും ശനിക്ക് എപ്പോഴും ഉറക്കത്തിനെ കൂടുതൽ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ശനി. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര അതൊക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ അതേപോലെ നിങ്ങൾ ഒരു വസ്തു മേടിക്കുക, അതായത് വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ത്രീകൾക്കാണെങ്കിൽ പുതിയ പുതിയ ആഭരണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതും ഈ ഏപ്രിൽ വരയ്ക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. പുതിയ വാഹനം, വീട്, ആഭരണങ്ങൾ, പുതിയതായി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഏപ്രിൽ മാസം വരയ്ക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടുന്നതാണ്. തിരുവാതിര നക്ഷത്രത്തിലെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ വരുമ്പോൾ തിരുവാതിര ആണല്ലോ ധനുമാസം വരുമ്പോൾ ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള നല്ല വ്രതങ്ങളൊക്കെ നോറ്റ് ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ ഈ സ്ത്രീകൾക്ക് കിട്ടുന്നതായിരിക്കും. ബിസിനസ്, അതേപോലെ റിയൽ എസ്റ്റേറ്റ്, പിന്നെ മറ്റുള്ള വാഹനാദികൾ കൊടുക്കൽ വാങ്ങൽ എന്നൊക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. 12ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് വരെ നിങ്ങൾ വളരെയധികം നല്ലൊരു സമയമാണ്. 12-ൽ വ്യാഴം വരുമ്പോൾ
നിങ്ങളുടെ ഗ്രഹനില പ്രകാരം നിങ്ങളുടെ വ്യാഴം ഏറ്റവും നല്ല സ്ഥലത്താണ് നിൽക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വർഷം 2024 ഡിസംബർ വരയ്ക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യാനും അതിന് മുന്നോട്ട് പോകാനും ഇവർക്ക് സാധിക്കും. ഏറ്റവും ഒരു നല്ലൊരു കാലഘട്ടമായിട്ട് ഇരിക്കും. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോവുക, മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോവുക, മഹാലക്ഷ്മി ആയിട്ടുള്ള ക്ഷേത്രത്തിൽ പോവുക, പിന്നെ ശ്രീരാമക്ഷേത്രത്തിൽ പോയിട്ട് താമരമാല വഴിപാട് ചെയ്യുക. അങ്ങനത്തെയൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഗണപതി മിഥുനൻ രാശി ആയതുകൊണ്ട് ഗണപതിയെ പ്രത്യേകിച്ച് നമുക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഈ വർഷം ഏറ്റവും നല്ല സമയം തിരുവാതിര നക്ഷത്രക്കാർക്കാണ്. പുണർദ നക്ഷത്രം. ഈ പുണർദ നക്ഷത്രം മിഥുനൻ രാശിയിലാണ് പുണർദ നക്ഷത്രം. മിഥുനക്കൂറിലാണ് പുണർദ നക്ഷത്രം വരുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 ഏപ്രിൽ മാസം വരെ ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ്. ഏപ്രിൽ മാസം 11 വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു നല്ല സമയമാണ്. ഏപ്രിൽ മാസത്തിന് ശേഷമാണ് ഇവർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഏപ്രിൽ മാസത്തിന് ശേഷം വ്യാഴം 12 വരികയും അപ്പോൾ നമുക്ക് ഇത്തിരി ദൈവാധീന കുറവ് വരുന്നൊരു സമയമാണ്. വ്യാഴം 12 മോക്ഷസ്ഥാനത്താണ് എങ്കിലും അത് 12 അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ തേടുന്നവരും അതേപോലെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങുന്നവരും അവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏപ്രിലിന് ശേഷം പുതിയൊരു സംരംഭത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ഇങ്ങനെ പറയില്ലേ, നമ്മൾ ഒരേ കാല് വയ്ക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർ, ഭൂമിയാണെങ്കിലും വേറെ എന്തെങ്കിലും പുതിയൊരു ഇതാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ ഇതിൽ ശനി നിൽക്കുന്ന രാശി 9ാം ഭാവമാണ്. ഭാഗ്യഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നതെങ്കിലും നമുക്ക് വ്യാഴമാണ് 12 പോകുന്നത് ഏപ്രിലിന് ശേഷം. അപ്പോൾ ഇതിൽ വരുന്ന ഈ നക്ഷത്രക്കാർ, പുണർദ നക്ഷത്രക്കാർ ശനീശ്വരനെ നന്നായി ഭജിച്ചുകൊണ്ടും വ്യാഴത്തിനെ ഭജിച്ചുകൊണ്ടും വേണം പുതിയ സംരംഭങ്ങൾ, വാഹനങ്ങൾ മേടിക്കുന്നതും വീട് വയ്ക്കുന്നതിനുമൊക്കെ പോകുമ്പോൾ ശനിയെയും വ്യാഴത്തെയും നന്നായിട്ട് ഭജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാം. അപ്പോൾ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും. ഏപ്രിലിന് ശേഷം തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവുമെങ്കിലും അതിൽ നിന്നൊരു മാറ്റം വരാൻ ഇവരെ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നന്നായിട്ട് ഭജിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ തന്നെ എപ്പോഴും ക്ഷീണം, തളർച്ച അങ്ങനെയൊക്കെ വരും ഈ വ്യാഴം നിൽക്കുമ്പോൾ. എന്ന് വെച്ചാൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ്റെ പോലെ അത് നാളെ പഠിക്കാം അല്ലെങ്കിൽ ഇന്ന് പഠിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് നന്നായി ഭജിച്ച് പായസമൊക്കെ കൊടുത്ത് ഇവർക്ക് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ സ്ത്രീകളാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന പുണർദ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുതിയ വീട് വയ്ക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ ഏറ്റവും ഒരു നല്ല സമയമാണ് ഏപ്രിൽ വരയ്ക്ക്. ഏപ്രിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന 12 വ്യാഴത്തിൻ്റെ പോലെ തന്നെ വളരെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുന്നത് തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് ചെയ്യുന്നതാണ് പുണർദ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലത്. ഇവർ ചെയ്യേണ്ടത് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര, കൂവളത്തിൻ മാല എന്നിവ സമർപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് പാൽപ്പായസം, നെയ്യ് വിളക്ക് എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം. ഹനുമാൻ ക്ഷേത്രത്തിൽ പോവാം, ഗണപതിക്ക് മുട്ടിറക്കുക. ഇതൊക്കെയാണ് ഈ പുണർദ നക്ഷത്രക്കാരെ ചെയ്യേണ്ടത്. പോയ നക്ഷത്രം 2024 പോയ നക്ഷത്രം നമുക്ക് കർക്കിടക രാശിയിലാണ് പോയ നക്ഷത്രം നിൽക്കുന്നത്. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ 2024 ഏപ്രിൽ മാസം വരയ്ക്ക് ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് ലഗ്നാല് 7, 8, 9, 10ാം ഭാവത്തിലാണ് വ്യാഴം. അപ്പോൾ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അവർക്ക് ഒരു നല്ല സമയമാണ്. കർമ്മത്തിലാണ് വ്യാഴം, കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് തൊഴിൽ മേഖലകൾ, അവരുടെ ചില ബിസിനസ്, അവരുടെ വാക്കുകൾ എല്ലാതും കറക്റ്റായിട്ട് വരുന്നൊരു സമയമായിരുന്നു ഈ പോയ നക്ഷത്രക്കാർക്ക്. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ, അതായത് വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ഇത്തിരി കൂടി നല്ലൊരു സമയമാണ്. വ്യാഴം 11 വരുന്നത്. വ്യാഴം 11 വരുമ്പോൾ നമുക്ക്
സാമ്പത്തിക നേട്ടങ്ങൾ, ആരോഗ്യപരമായ നല്ലൊരു കാലഘട്ടം ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിൽ എന്താ വെച്ചാൽ ഈ കർക്കിടക രാശിക്കാർക്ക് അഷ്ടമത്തിൽ ശനിയാണ് വരുന്നത്. അഷ്ടമത്തിൽ ശനി വരുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യപരമായ കാര്യങ്ങൾ വരുമ്പോൾ കുറച്ചൊക്കെ നാഡി ഞരമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വ്യാഴം നമുക്ക് നല്ലതാണ്. അപ്പോൾ ശനീശ്വരനെ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ കർക്കിടക രാശിക്കാരിൽ പോയ നക്ഷത്രമാണ് ഉള്ളവർക്ക് ഈ 9ലെയാണ് രാഹു വരുന്നത്. സ്കിന്ന് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. സ്കിന്നിലെ ചൊറിച്ചൽ, പൊടി ഉണ്ടാവുന്ന അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും പഠിക്കാൻ നല്ല മികവൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് കുറച്ച് ദോഷങ്ങൾ, ഇപ്പോൾ ഈ രോഗാവസ്ഥകൾ ഇത്തിരി കൂടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ഇവർക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഏറ്റവും നല്ല സമയമാണ്. എന്ന് വെച്ചാൽ 11ലാണ് വ്യാഴം വരുന്നത്. അതുപോലെ ഇവർ ഒരു ലോൺ എടുക്കാനും എന്തിനു ചെന്നാലും ഒരു തടസ്സങ്ങൾ കൂടാതെ പെട്ടെന്ന് കിട്ടുന്നതാണ്. പുതിയ ബിസിനസ് തുടങ്ങാനും എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഏപ്രിലിന് ശേഷം വരുന്നത്. ഈ രോഗാവസ്ഥകളെ മാത്രമാണ് സൂക്ഷിക്കേണ്ട. ഒരു ഈ വലിച്ചിൽ, ഞരമ്പ് സംബന്ധ രോഗങ്ങൾ അതൊക്കെ കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. പിന്നെ വിദേശവാസം ഉള്ളവർക്കാണെങ്കിലും ജോലി, പുതിയ വാഹനങ്ങൾ, വീട് അതൊക്കെ മേടിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു സമയമാണ് പോയ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇവരിപ്പോൾ ഈ ഒരു വർഷം നമുക്ക് ഇവരുടെ ജാതകത്തിലും കൂടി നോക്കണം കേട്ടോ. ജാതകത്തിൽ നമ്മൾ എവിടെയൊക്കെയാണോ നിങ്ങളുടെ വ്യാഴവും ശനി, രാഹു, പിന്നെ നിങ്ങളുടെ ദശാകാലം, ഇപ്പം നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോഴത്തെ ദശാകാലം കൂടി നോക്കിയിട്ട് ആണെങ്കിൽ ഇത്രയും കൂടി നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ ഒരു 2024 എന്നുള്ള വർഷം ഏറ്റവും കൂടുതൽ അനുയോജ്യമായിരിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, കൃഷ്ണനെ പറ്റത്തക്ക വഴിപാട് ചെയ്യുക. പറ്റത്തക്കത് നമുക്ക് എന്താണോ പറ്റുക അത് ചെയ്യുക. ശനീശ്വരൻ്റെ അവിടെ പോയിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര, കൂവളത്തിൽ മാല, രുദ്രാഭിഷേകം എന്നത് ചെയ്യുക. എന്ന് വെച്ചാൽ രുദ്രാഭിഷേകം എടുത്തു പറയുന്നത് രോഗാവസ്ഥകൾ, അതായത് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടും. പിന്നെ ചെയ്യേണ്ടത് ദേവീക്ഷേത്രത്തിൽ പോവുക, ഹനുമാൻ്റെ അമ്പലത്തിൽ പോവുക. ഇതൊക്കെ പോയി പറ്റത്തക്ക വഴിപാടുകൾ ചെയ്താൽ ഈ പോയ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിട്ട് കണക്കാക്കാം. ആയില്യ നക്ഷത്രം ഈ 2024 ജനുവരി മുതൽ ആയില്യ നക്ഷത്രക്കാർ, അതായത് കർക്കിടക രാശിയിലെ ആയില്യ നക്ഷത്രത്തിൽ വരുന്ന ആൾക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമാണ്. ഇപ്പം വ്യാഴം നിങ്ങൾക്ക് ഇപ്പോൾ ജന്മത്തിലാണ് 10ലാണ് വരുന്നത്. 10ാം ഭാവത്തിൽ നിന്ന് ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് 11ലേക്ക് വരികയാണ്. അപ്പോൾ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ 11ലേക്ക് വ്യാഴം വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെയുള്ള തൊഴിലുകളിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ മാറി ഏറ്റവും ശോഭനമായ ഫലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. അതേപോലെ പുതിയ ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, പിന്നെ ഇൻഷുറൻസ് മേഖല അതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. പിന്നെ അതേപോലെ തന്നെ വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും അപ്പോൾ ലോണ് അതങ്ങനെയൊക്കെ കിട്ടാനൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ 11 ലാഭസ്ഥാനമാണ്. അപ്പോൾ ലാഭസ്ഥാനമാകുമ്പോൾ എന്തിനു പോയാലും നമുക്ക് ലാഭത്തിൽ അത് കിട്ടാനൊക്കെ ആയിട്ട് സാധിക്കുന്നൊരു സമയമാണ്. പിന്നെ അതേപോലെ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും അവർ വിചാരിച്ച പോലെ പഠിക്കാനും വിചാരിച്ച പോലെ എക്സാം എഴുതാനൊക്കെ സാധിക്കും. അവർ ഇങ്ങനെ ഓടി നടന്നുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ പഠിച്ചതൊക്കെ പെട്ടെന്ന് കിട്ടി, അത് എഴുതാൻ സാധിച്ചു എന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് സാധിക്കുന്ന ഒരു സമയം കൂടി തന്നെയാണ്. സ്ത്രീകൾക്കാണെങ്കിലും ബിസിനസ്, അവരുടെ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിലും അതൊക്കെ വളരെയധികം നന്നായിട്ട് നടക്കും. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമത്തിൽ ശനിയായതുകൊണ്ട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. ഈ ആയില്യ നക്ഷത്രക്കാർ പൊതുവെ അഷ്ടമത്തിൽ ശനിയായതുകൊണ്ട് യാത്രകളൊക്കെ വളരെ സൂക്ഷിക്കുക. വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാണെങ്കിലും വളരെ പതുക്കെ ഒക്കെ സഞ്ചരിച്ച് പോവുക. പിന്നെ 9ലാണ് അവർക്ക് രാഹു വന്ന് നിൽക്കുന്നത്. അത് നമ്മുടെ ഭാഗ്യസ്ഥാനാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ആകുമ്പോൾ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട്.
അപ്പോൾ വ്യാഴമാണ് നമുക്ക് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്നൊരു സമയം. അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ വ്യാഴം നിങ്ങൾ വിചാരിച്ചേക്കാൻ നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ദശാകാലവും നിങ്ങളുടെ ജാതകവും ഒക്കെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഈ വർഷം നന്നായിട്ട് പോകുക എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. ഇതിന് കൂടുതലായിട്ട് നിങ്ങളുടെ ഈ ദോഷങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ ശിവൻ ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ദേവിക്കും അത് പരിവാര ദേവതകൾക്കും പറ്റത്തക്ക വഴിപാടുകളും മറ്റും ചെയ്യുന്നത് നന്നായിരിക്കും. മകനക്ഷത്രം ചിങ്ങൻ രാശിക്കൂറാണ് മകനക്ഷത്രം. ഈ മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് 2024 4 മാസം വരയ്ക്ക് ഇവർക്ക് ഏറ്റവും നല്ല ഫലങ്ങളാണ്. ഇവർക്ക് ലഗ്നാലെ 7, 8, 9 ഇവരുടെ വ്യാഴം. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിന്നിരുന്നത്. അപ്പം 4 മാസം വരെ, അതിൽ ഏപ്രിൽ കഴിയുന്നത് വരെ, മെയ് 1 വരെ ഇവർക്ക് ഏറ്റവും ഒരു നല്ല സമയമാണ്. അത് കഴിഞ്ഞാലാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നത്. അപ്പോൾ വ്യാഴം വരുന്നത് പിന്നെ 10ാം ഭാവത്തിലാണ്. വ്യാഴം 10ൽ വരുമ്പോൾ നമുക്ക് അത്ര ഗുണം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ മകനക്ഷത്രക്കാർ വ്യാഴം 10ലേക്ക്, അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 10ാം ഭാവത്തിലായതുകൊണ്ട് കർമ്മത്തിൻ്റെ കാര്യം, അതായത് തൊഴിൽ മേഖലകളിൽ വളരെയധികം സൂക്ഷിക്കണം. നമ്മൾ എടുത്ത് ചാടി ഒന്നും തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഏതൊരു തൊഴിലും, അതായത് ബിസിനസ് ആയിക്കോട്ടെ, വേറെ എന്ത് കാര്യങ്ങളിലും നിങ്ങൾ ഷെയർ മാർക്കറ്റ് അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതായത് ഈ വ്യാഴം വരുന്നത് നമുക്ക് ശുക്രൻ്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ഷെയർ മാർക്കറ്റിലൊക്കെ ഇടുമ്പോൾ ആദ്യമൊക്കെ ഇടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. നമുക്ക് കൂടുതൽ ധനം വരും. പിന്നീടാണ് നമുക്കിതിൻ്റെ ദോഷങ്ങളായിട്ട് വരിക. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതുപോലെ വിദേശ യാത്രകളൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാസം വരയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ്. അത് കഴിഞ്ഞാൽ വളരെ സൂക്ഷിച്ച്, നമ്മൾ പണം കൊടുത്തിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. കുട്ടികളുടെ കുട്ടികളാണെങ്കിൽ പഠിക്കാനൊക്കെ ഇത്തിരി മടി ഒക്കെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ലാണ് നിൽക്കുന്നത്. 7ൽ വ്യാഴം ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയാണ്. അപ്പോൾ ഈ ഉറക്കം, അതുപോലെ മടി, അലസത അന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇവർക്ക് വരുത്തണം. നമ്മൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ടൊക്കെ ധാരയ്ക്ക് കൊടുത്താൽ അതൊക്കെ ഒരു മാറ്റം വരും. പിന്നെ ഈ തൊഴിൽ മേഖല ആയിരുന്നവർക്ക്, അതായത് മകനക്ഷത്രക്കാർക്ക് 7ൽ ശനിയാണെന്ന് പറഞ്ഞു. കണ്ടകശനിയുടെ കാലഘട്ടമാണ്. അപ്പോൾ 7ൽ ശനിയാണ്. ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഭയങ്കര തടസ്സങ്ങളുണ്ടായിരിക്കും. ആ തൊഴിൽ തടസ്സങ്ങൾ നമ്മൾ മാറ്റിക്കൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. പിന്നെ അഷ്ടമത്തിൽ രാഹു വരുമ്പോൾ നമുക്ക് അപകടങ്ങൾ, വാഹനത്തിലൂടെ വരുന്ന അപകടങ്ങൾ, അതുപോലെ കാല്, സ്കിന്ന് അങ്ങനെയുള്ള രോഗങ്ങളിലൊക്കെ നമുക്ക് ധാരാളം വരാനായിട്ട് സാധിക്കുന്നൊരു സമയം. അതായത് ഉണ്ടാവുന്നൊരു സമയം, ഉണ്ടാവുന്നൊരു സമയം. അതായത് രാഹു പിന്നെ കേതു 2ലാണ്. ഞങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാർക്ക് കേതു 2ലാണ്. അപ്പോൾ കൂടുതൽ ദേഷ്യം വരുന്നൊരു സമയമാണ്. പെട്ടെന്ന് ശോഭിക്കും. പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുക അത് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ നന്നായിട്ട് ശ്രദ്ധിച്ച് കൃഷ്ണനെ തന്നെ ഭജിക്കുക. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. 2ൽ കേതുവാണ്. പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക. അപ്പോൾ ആ ഒരു സംഭവം വളരെയധികം സൂക്ഷിക്കണം. അവർക്കാണെങ്കിലും മനസ്സിന് ടെൻഷൻ വരുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു 4 മാസം വരയ്ക്ക് ഇത്തിരി കുഴപ്പങ്ങളല്ല. അത് കഴിഞ്ഞാൽ 10ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴാണ് നമുക്കുള്ള മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക. അതേപോലെ തന്നെ കേതുവാണ് 2ാം ഭാവം. അപ്പം നിധി, കോശ, ധനം ഭാവമാണ്. അപ്പോൾ ആ 2ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനൊക്കെ പൂജ കൊടുക്കുക. പുതിയ തൊഴിലുകൾ നടത്തുമ്പോൾ ഈ പൂജകളൊക്കെ കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. ശിവൻ്റെ അമ്പലത്തിൽ കണ്ടകശനിയാണ്. നമുക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ വിളക്ക്, ധാര എന്നിവയൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ മകനക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു സാഹചര്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്കിപ്പോൾ കാലം ഏതാണ്, ഇപ്പോൾ ഓരോ രാശികളുടെ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ.
അതായത് ദശാകാലം, ഇപ്പോൾ ശുക്രൻ്റെ ദശയാവാം, വ്യാഴൻ്റെ ദശയാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളനുസരിച്ച് ഇതിലൂടെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരാനും സാധ്യതകളുണ്ട്. പൂരനക്ഷത്രം. പൂരനക്ഷത്രം ചിങ്ങക്കൂറുകാരാണ് പൂരനക്ഷത്രം. അപ്പോൾ 2024 ജനുവരി മുതൽ 4 മാസക്കാലം, അതായത് 4 മാസക്കാലം ഏപ്രിൽ കഴിയുന്നത് വരയ്ക്ക് ഇവർക്ക് നല്ല അനുകൂലമായൊരു സമയമാണ്. വ്യാഴം 9ലാണ് നിൽക്കുന്നത്. മേടൻ രാശിയിലാണ് വ്യാഴം. മേടം രാശിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു രാശിയിൽ വ്യാഴം നിന്ന് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ തന്നെയാണ് 2024 ഇവർ കടക്കുന്നത്, ഈ പൂരനക്ഷത്രക്കാർ. അതിനുശേഷം കർമ്മത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ കർമ്മവുമായി ബന്ധം എന്താ വെച്ചാൽ എല്ലാവർക്കും തൊഴിലാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള എല്ലാ മേഖലയിലും ബിസിനസ്, റിയൽ എസ്റ്റേറ്റിലൊക്കെ പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏപ്രിൽ മാസത്തിന് മുൻപേ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഏപ്രിൽ മാസത്തിന് ശേഷം അവർക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ വരയ്ക്ക് ഈ പൂരനക്ഷത്രക്കാർ വളരെയധികം നല്ലൊരു സമയവും പിന്നെ പുറത്തേക്ക് പഠിക്കാൻ പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അതിനുശേഷം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാലഘട്ടമാണ് പൂരനക്ഷത്രക്കാർ. പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾ, അതേപോലെ അവർക്ക് ലോൺ കിട്ടാൻ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ധാരാളം നമുക്കുണ്ടായിരിക്കും. പിന്നെ ഈ രാശിയിൽ, അതായത് പൂരനക്ഷത്രക്കാർക്ക് 7ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനി നിൽക്കുമ്പോൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങളും ഉണ്ടാവും. തടസ്സങ്ങളാണ് ഏറ്റവും കൂടുതൽ നിൽക്കുക. 7ാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവർത്തി സ്ഥാനമാണ്. എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് തരേണ്ട ആളാണ് 7ാം ഭാവം. അപ്പോൾ ആ ഭാവത്തിൽ തന്നെ ശനി വന്ന് നിൽക്കുമ്പോൾ അവിടെ തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ മറികടക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ വ്യാഴം, അതായത് രാഹു അഷ്ടമത്തിലാണ്, വ്യാഴ ക്ഷേത്രത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ രാഹു ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഇഴഞ്ഞ് നീങ്ങാൻ, രാഹു എപ്പോഴും ഒരു പാമ്പാണല്ലോ, അപ്പോൾ ഇഴഞ്ഞ് പോവാം, പതുക്കെ സഞ്ചരിക്കുകയാണ് ചെയ്യുക. അപ്പോഴും ഇവരെ വളരെയധികം സൂക്ഷിക്കണം. പിന്നെ 9ൽ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ വ്യാഴം നിൽക്കുന്നത്. ആ ഭാവം കൊണ്ടാണ് നമ്മളിപ്പോൾ നിലനിന്ന് നന്നായിട്ട് തന്നെ പോകുന്നത്. ഈ പൂരനക്ഷത്രക്കാരായ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ാം ഭാവത്തിൽ നമുക്ക് കേതുവാണ്. കേതു വരുമ്പോൾ ഗണ്ഡകാരകനാണ് കേതു. നമ്മുടെ വാക്കുകൾ കൊണ്ട് വഴക്കുകൾ ഉണ്ടാവാനും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ധാരാളം കാര്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം. പിന്നെ ഇവിടെ പൂരനക്ഷത്രക്കാർ 7ാം ഭാവത്തിലാണ് ശനി. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. അപ്പോൾ വാക്കുകൾ വളരെ സൂക്ഷിക്കുക. അതുപോലെ നിധി, എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. കുട്ടികളാണെങ്കിലും പഠന കാര്യങ്ങളിലേക്കൊക്കെ ഒരു താഴേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവരെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശനീശ്വരനെ തന്നെ നന്നായിട്ട് ഭജിക്കുക. പിന്നെ കർമ്മത്തിലായതുകൊണ്ട് എപ്പോഴും കർമ്മം ആണ് ഏറ്റവും മുഖ്യം എന്ന് വിചാരിച്ച്, അതായത് നമ്മുടെ ജോലിയെ അത്രയും വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഈ വ്യാഴം നിൽക്കുന്നത് ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. ശുക്രൻ എപ്പോഴും മോഹമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ട് വയ്ക്കുക. വലയിലൊന്നും വീഴാതെ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് മുന്നിലേക്ക് പോവാം. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ, അതായത് പൂരനക്ഷത്രമാണ്, നിങ്ങൾക്ക് ഇപ്പോൾ 35 വയസ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ദശകളിൽ മാറ്റം വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ഗ്രഹനിലയിൽ എവിടെയാണോ ശനീശ്വരൻ നിൽക്കുന്നതും വ്യാഴം എവിടെയാണോ നിൽക്കുന്നതൊക്കെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുക. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാൻ ധാരാളം സാധ്യതകളാണ്. കാരണം നമുക്ക് 2ാം ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. ഈ 2ലെ കേതു നിൽക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കങ്ങൾ ധാരാളം ഉണ്ടാക്കും. ഗണ്ഡകാരകനാണ് കേതു. അപ്പോൾ അത് വളരെയധികം ഭാര്യയായാലും ഭർത്താവായാലും കുട്ടികളായാലും ആ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട്. അതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രഹനിലയിലും കൂടി ചിന്തിച്ച്, നിങ്ങളുടെ ഗ്രഹനിലയിൽ ശനി എവിടെയാണ്, വ്യാഴം എവിടെയാണ് എന്നൊക്കെ ചിന്തിച്ച് എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, മുന്നിൽ വിളക്ക് ധാര കൊടുക്കുക, ദമ്പതി പൂജ ചെയ്യുക. അപ്പോൾ ദമ്പതി പൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് മുൻപ് മാത്രമല്ല, കല്യാണം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയാണ് ദമ്പതി പൂജ. അപ്പോൾ അതൊക്കെ ചെയ്യുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി പാൽപ്പായസം കൊടുക്കുക. ദേവീനെ എല്ലാ ചൊവ്വാഴ്ചകളിലും, പറ്റാവുന്ന ചൊവ്വാഴ്ചകളിൽ പോയി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കൊരു നല്ലത് വരാനായിട്ട് ഈ പൂജകളൊക്കെ ചെയ്താൽ ഏറ്റവും ശോഭന ഫലം നമുക്ക് ലഭിക്കുന്നതാണ്.
ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രം ചിങ്ങക്കൂറിലുണ്ട് കാൽഭാഗവും, പിന്നെ ബാക്കി മുക്കാൽ ഭാഗം കന്നിക്കൂറിലാണ്. അപ്പം ചിങ്ങക്കൂറിലുള്ള ആൾക്കാർക്ക് സംബന്ധിച്ച്, ഉത്തര നക്ഷത്രം ചിങ്ങക്കൂറിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ 2024 ജാനുവരി മുതൽ നമുക്ക് വ്യാഴം 9-ലാണ്. അപ്പോൾ 9-ലെ വ്യാഴം എപ്പോഴും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ 2024 ഏപ്രിൽ കഴിയുന്നവരെ ഏറ്റവും നല്ലൊരു സമയമാണ്. അത് കഴിഞ്ഞാൽ വ്യാഴം 10-ാം ഭാവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വ്യാഴം 10-ലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ കർമ്മവുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് വ്യാഴം. കർമ്മത്തിൽ വ്യാഴം വരുമ്പോൾ ഏതൊരു കർമ്മത്തിന് നമ്മൾ പോകുമ്പോഴും തടസ്സങ്ങളെ ഉണ്ടാക്കും. ആദ്യം തടസ്സം ഉണ്ടാക്കും, പിന്നീടാണ് അത് ശരിയാക്കി വ്യാഴം തന്നെ കൊണ്ടുവരിക. അപ്പോൾ ഈ ചിങ്ങത്തിൽ നിൽക്കുന്ന ഉത്രത്തിൻ്റെ കാൽ ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ എപ്പോഴും വ്യാഴനെ ഭജിക്കുകയും പിന്നെ വിദേശത്ത് പഠനം നടത്തുകയും പിന്നെ വിദേശവാസം തൊഴിൽ തേടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ഒരേ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. വാഹനാദികൾ ഓടിക്കുമ്പോൾ, വാഹനങ്ങൾ ഓടിക്കുന്നവരാവാം, ഡ്രൈവറാവാം, അല്ലെങ്കിൽ നമ്മൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്നവരാവാം ആണെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. അഷ്ടമത്തിൽ രാഹു നിൽക്കുമ്പോൾ വാഹനങ്ങളിലൊക്കെ തടസ്സങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും കുട്ടികൾ കുറച്ചൊക്കെ പഠിക്കും, പിന്നേക്ക് ഉറങ്ങും, അങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സമ്പ്രദായം. അഷ്ടമത്തിൽ ഈ രാഹു നിൽക്കുമ്പോൾ ഇഴച്ചിലാണ് അവർക്ക്. എപ്പോഴും ഉറക്കം വരിക, പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നലുകൾ ഉണ്ടാവുക. അതൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ട ഒരു സമയമാണ്. പിന്നെ അതേപോലെ ഇവർ ഏഴിലാണ് ഇവർക്ക് ശനീശ്വരൻ നിൽക്കുന്നത്. 7-ൽ ശനി നിൽക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം കലഹങ്ങൾ ഉണ്ടാക്കും. എന്ത് പറഞ്ഞാലും വാക്തർക്കങ്ങൾ ഉണ്ടാവും. ഈ ഉത്തര നക്ഷത്രം ചിങ്ങക്കൂറിലുള്ളവർ 2-ൽ നമുക്ക് ആണ് കേതു നിൽക്കുന്നത്. കേതു ഗണ്ഡകാരകനായതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ചിങ്ങക്കൂറിലുള്ള ആൾക്കാർ എപ്പോഴും ദമ്പതി പൂജ ചെയ്യുക. ശിവൻ്റെ അമ്പലത്തിൽ പോയി ദമ്പതി പൂജ ചെയ്യുക. കുട്ടികൾക്കാണെങ്കിലും നാവുനാരായം എടുത്തു വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വാക്കുകൾ സൂക്ഷിക്കാൻ വേണ്ടി നാവുനാരായം എടുത്തു വയ്ക്കുക. രാഹുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നവഗ്രഹങ്ങളിൽ രാഹുവിനും കേതുവിനും പട്ടും പൂജയും സമർപ്പിക്കുക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യണം. ഈ ചിങ്ങക്കൂറിലുള്ളവർക്ക്. പിന്നെ ഉള്ളത് കന്നിക്കൂറിലാണ്. മുക്കാൽ ഭാഗവും കന്നിക്കൂറിലാണ് ഉത്തര നക്ഷത്രത്തിൻ്റെ. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമത്തിലായിരുന്നു വ്യാഴം. ഈ അഷ്ടമത്തിൽ നിന്ന് 9-ാം ഭാവത്തിലേക്ക്, ഭാഗ്യഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം. അത് ഈ 2024 ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് 1 ഇവിടെ എത്തും. അപ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. ഇവർ ഇപ്പോൾ ഈ 4 മാസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ജനുവരി മുതൽ ഏപ്രിൽ കഴിയുന്ന വരയ്ക്കുള്ള കാലഘട്ടത്തിൽ അഷ്ടമത്തിലായതുകൊണ്ട് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വ്യാഴം മാറും കൂടി ചെയ്യാണ്. അപ്പോൾ ധനപരമായ കാര്യങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കുക. കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക. പിന്നെ ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ 7-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അതും വ്യാഴക്ഷേത്രത്തിലാണ് രാഹു. അപ്പോഴും ആ വ്യാഴം എന്ന് പറഞ്ഞ ധനത്തിൻ്റെ കാരകത്വമാണ് ഉള്ളത്. അപ്പോൾ ആ ധനപരമായിട്ട് എല്ലാ ഇടപാടുകളും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് പറയുക നമുക്ക്. പിന്നെ അതേപോലെ അവരുടെ കുടുംബപരമായിട്ടാണ് സാമ്പത്തികമായ വിഷയങ്ങൾക്കാണ് ഇവർക്ക് ഭയങ്കര ബ്ലോക്ക് വരിക. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. വിദേശത്തേക്ക് പോവുകയാണെങ്കിലും ഒരു വട്ടം ഒരു ഇൻ്റർവ്യൂവിനൊന്നും പോയാൽ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അത് വിചാരിച്ച് നമുക്ക് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞ വ്യാഴം 9-ലേക്കാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ഫലങ്ങൾ അവിടെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ അവിടെ പോയി പെട്ടു എന്നൊന്നും ചിന്തിക്കേണ്ട, അവിടെ തന്നെ കൂടുതൽ നിൽക്കുക. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസം തുടങ്ങി നമുക്ക് നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് ഈ കന്നിക്കൂറിലുള്ള ആൾക്കാർക്ക് വരുന്നത്, ഈ നക്ഷത്രക്കാർക്ക് വരുന്നത്. കുട്ടികളാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാൻ ധാരാളം ഉണ്ട്. രോഗാവസ്ഥകളാണല്ലോ രാഹു ചെയ്യുന്നത്. അപ്പോൾ അതും കാല് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ്.
പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ കന്നിക്കൂറിലാണെങ്കിലും ചിങ്ങിക്കൂറിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക. ആ ജാതകത്തിൽ നിങ്ങളുടെ ശനീശ്വരനും നിങ്ങളുടെ വ്യാഴവും രാഹുവും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കുക. പിന്നെ ഏത് ദശാകാലമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കുക. അതിനൊക്കെ ശേഷം ഈ ഒരു വർഷം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര ഒക്കെ കൊടുക്കുക. രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ എപ്പോഴും ആയില്യ പൂജ നടത്തി വരിക. കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് നെയ് വിളക്ക്, മാല, പായസം എന്നിവയ്ക്ക് സമർപ്പിച്ച ഈ 2 രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ശോഭന ഫലങ്ങളാണ് ഈ ഒരു വർഷക്കാലം ഉണ്ടാകുന്നത്. അത്ത നക്ഷത്രം. ഈ അത്ത നക്ഷത്രം കന്നിക്കൂറിലുള്ള നക്ഷത്രമാണ്. 2024 ഏപ്രിൽ മാസം കഴിയുന്നത് വരെ അവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത്. അപ്പം അഷ്ടമത്തിലെ വ്യാഴം നമുക്ക് എപ്പോഴും പറയും മുറവിളി കൂട്ടുന്നു, നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ മാറി നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം 1 കൂടി മുറവിളിയൊക്കെ കഴിഞ്ഞ് വ്യാഴം 9ലേക്കാണ് വരുന്നത്. ഭാഗ്യസ്ഥാനത്താണ് വരിക. അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇത്തിരി കൂടി സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും. സാമ്പത്തികമായിട്ട് എല്ലാ ബിസിനസ്സും, അതായത് നമ്മുടെ ഭൂമിപരമായിട്ടുള്ള ബിസിനസ്, പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് ഈ കന്നിയിൽ നിൽക്കുന്ന അത്ത നക്ഷത്രക്കാർക്ക് വരുന്നത്. പിന്നെ ഇവർക്ക് രോഗം 7ാം ഭാവമാണ് നിൽക്കുന്നത്, രാഹു നിൽക്കുന്നത്. അപ്പം പിന്നെ ഇത് രാഹു 7ൽ മാത്രമല്ല, അത് കളത്രഭാവമാണ്, ഭാര്യ ഭർത്താവ് എന്നുള്ള ഭാവം കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇല്ലായ്ക വരുമ്പോൾ അവർ തമ്മിലുണ്ടാവുന്ന കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കൂടുതലുള്ള സമയമാണ്. അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ വിദേശത്ത് പോകുന്നവർക്ക്, വിദേശത്ത് പോയി തൊഴിൽ, പഠനം, അവരെയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു 4 മാസം മാത്രമാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അപ്പം അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ അവിടെ നിന്ന് വേഗം തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരിക എന്ന് തോന്നിക്കേണ്ട കാലമല്ല. എന്നുവെച്ചാൽ ഏപ്രിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയമുണ്ട്, അവിടെ സമയം നോക്കിയിരിക്കുന്നുണ്ട്. നമുക്ക് വ്യാഴം 9ലാണ് വരുന്നത്. അപ്പം പെട്ടെന്നായിരിക്കും ഒരു മിറാക്കിൾ പോലെയൊക്കെ ആയിരിക്കും നമുക്ക് പുതിയ തൊഴിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നോട്ട് വരിക. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും ഇവർ കൂടുതൽ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമ്മുടെ സാമ്പത്തികമായ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു 4 മാസം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെയുള്ള കാലഘട്ടത്തിൽ, അതായത് പിന്നെ ഈ വരുന്ന മെയ് മാസം മുതൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സ്ത്രീകളുടേതായിട്ടുള്ള ബിസിനസ്സായാലോ കാർഷികപരമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ വാഹനാദികൾ ഓടിക്കുന്നവർ വളരെ സൂക്ഷിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ആണ് നിൽക്കുന്നത്. രാഹു എപ്പോഴും ഖണ്ഡകാരകനും കൂടിയിട്ടാണ്. രാഹു കേതു നിങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അതായത് കന്നിക്കൂറിൽ കൂടെ നിൽക്കുന്ന കേതു ആയതുകൊണ്ട് എപ്പോഴും നമ്മളെ അപകടങ്ങൾ ഉണ്ടാക്കാനും ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ആർക്കെങ്കിലും രോഗങ്ങൾ ഉണ്ടാക്കി നമ്മൾ ആശുപത്രിവാസം ഉണ്ടാക്കാനൊക്കെ ഈ കേതു ശ്രമിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഈശ്വരഭജനം നടത്തേണ്ടത് ഏറ്റവും ആവശ്യമാണെന്നാണ് പറയാം. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും രാഹു 7ൽ നിൽക്കുമ്പോൾ അവർ പഠിച്ചതൊക്കെ ഓർമ്മക്കുറവ് വരും. നമ്മൾ വിചാരിക്കും എന്താണാവോ എന്നൊക്കെ. അപ്പോൾ ഈ രാഹു ആണ് 7ൽ നിൽക്കുന്നത്. അപ്പോൾ അതുമ്പോൾ ഓർമ്മ നമുക്ക് വളരെയധികം കുറയും. അപ്പോൾ അതിനൊക്കെ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം. പിന്നെ അഷ്ടമത്തിൽ പൈസ ചിലവാക്കും. കുട്ടികൾ കൂടുതൽ ധനം ചിലവാക്കും. അപ്പോൾ അവരെന്തിനാണത് ഇത്രയും വാങ്ങുന്നതെന്ന് നമ്മൾ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിലും മാറ്റങ്ങൾ വരുന്നതാണ്. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു വർഷം നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ ഏറ്റവും നല്ലൊരു സമയമാണ് വന്നിരിക്കുന്നത്. വീട് വയ്ക്കാനും പിന്നെ പുതിയ ഭൂമി മേടിക്കാനും ഒക്കെ ഒരു നല്ല സമയമാണ്. പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള ദേശകാലങ്ങളൊക്കെ നോക്കി അനുയോജ്യമായൊരു സമയമാണ്. അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക, പാൽപ്പായസം കൊടുക്കുക. ഏറ്റവും കൃഷ്ണനെ ഗുരുവായൂർ പോവുകയാണെങ്കിൽ നിങ്ങൾ ദേവിക്കൊരു അഴൽ എന്ന് പറഞ്ഞ നിവേദ്യമുണ്ട്, അത് കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം കൊടുക്കുക. 6ലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. രാഹു 7ൽ നിൽക്കുന്നത് കൊണ്ട് ആയില്യ പൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് രാഹുവിനും കേതുവിനും വ്യാഴത്തിനും നമ്മൾ പട്ടും കൊടുക്കുക. ഇവർക്ക് പൂജയൊക്കെ സമർപ്പിക്കുമ്പോൾ ഉഴുന്നില്ലേ, കറുത്ത ഉഴുന്ന് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നുവെച്ചാൽ ഈ അഷ്ടമത്തിൽ വ്യാഴം വരിക, 7ൽ രാഹു വരിക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ കറുത്ത ഉഴുന്നവും കറുത്ത വസ്ത്രവും ദാനം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കും.
നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്നത് അത്ത നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ചിത്തിര നക്ഷത്രം ആദ്യ പകുതി കന്നിയിലും ബാക്കി പകുതി തുലാക്കൂറിലാണ് വരിക. അപ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പൂർവാർദ്ധം എന്ന് പറയും. അപ്പോൾ അത് കന്നിയിലാവുമ്പോൾ 2024 അതായത് ഏപ്രിൽ മാസം കഴിയുന്നത് വരെ ഈ കന്നിക്കൂറിലുള്ളവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം വരിക. അപ്പോൾ ഈ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ കയ്യിൽ വരുന്ന ധനം പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോവാം. നമ്മൾ പറയില്ലേ, കയ്യിൽ കിട്ടിയുള്ളൂ, അപ്പോൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ വന്നു, അപ്പോൾ തന്നെ അത് പോയി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു 4 മാസം വരയ്ക്ക് നടക്കുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇവർക്ക് 9ലേക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം പോകുന്നത്. വ്യാഴം 9ലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരുന്നത് ഏറ്റവും ശോഭനമായ ഫലങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കന്നിയിൽ നിൽക്കുന്നവർ, ഈ നക്ഷത്രക്കാർ 7ാം ഭാവത്തിലാണ് നമുക്ക് രാഹു. 7ൽ രാഹു നിൽക്കുമ്പോൾ അതും വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പോൾ വ്യാഴം എപ്പോഴും നമുക്ക് ധനമായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും അങ്ങനെ തടസ്സം വരിക. എന്തിനു പോയാലും ധനം അങ്ങോട്ട് കിട്ടില്ല, അങ്ങനത്തെ ഒരവസ്ഥ നമുക്ക് വരും. ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലുകൾ, വിദേശത്ത് പോയിട്ട് തൊഴിലും പിന്നെ അതേപോലെ പഠിക്കാനൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ ചിത്രക്കാരെ സംബന്ധിച്ച് അവർ എപ്പോഴും ഇപ്പോൾ പെട്ടെന്ന് പോരാനൊന്നും നോക്കണ്ട. അവർക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നല്ലൊരു ഓഫർ അവിടെ ഉണ്ടായിരിക്കും. പുതിയ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനും ഏറ്റവും പുതിയ തൊഴിൽ മേഖലയിൽ എത്തിപ്പെടാനും നമുക്ക് സാധിക്കുന്നൊരു സമയമാണ്. അപ്പം അതേപോലെ തന്നെ അവർ എപ്പോഴും രോഗങ്ങളുണ്ടാവും. ഇത് തുമ്മൽ, കാലുവേദന, കാലുവലിച്ചൽ, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ടാവും. അപ്പം അതൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 4-5 മാസം കൂടി നിലനിൽക്കും. 4 മാസം കഴിഞ്ഞാൽ ഇതൊക്കെ മാറുന്നതായിരിക്കും. ഇവർ പിന്നെ അതേപോലെ സ്ത്രീകളാണെങ്കിൽ ലഗ്നത്തിൽ തന്നെയാണ് കേതു. അതായത് ആ കന്നി രാശിയിൽ തന്നെ കേതു നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. സാമ്പത്തികമായിട്ട് ഇല്ലായ്ക വരുമ്പോൾ ഒന്നും കൂടി ദേഷ്യം വരും. അപ്പോൾ ആ ദേഷ്യത്തെയും കോപത്തേക്ക് നടക്കേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. കുട്ടികളാണെങ്കിലും പഠിക്കാനൊരു പിന്നിലേക്ക് പോകും. വാഹനാദികൾ കൊണ്ടുപോകുമ്പോൾ, അതായത് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എപ്പോഴും അപകടങ്ങളോ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. പിന്നെ ഈ ഏപ്രിൽ കഴിഞ്ഞാലാണ് 9ലേക്ക് വരുമ്പോഴാണ് പിന്നെ ഒരു ആശ്വാസമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഈ 7ലെ രാഹു, 7ൽ ഉണ്ടാകുന്ന രാഹുവിനെ വളരെ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ കുടുംബത്തിലുണ്ടാകുന്ന കലഹങ്ങൾ ഉണ്ടാവും. നിവർത്തി സ്ഥാനമാണല്ലോ രാഹു. അപ്പോൾ അവിടെ തന്നെ കലഹങ്ങൾ ഉണ്ടാവും. കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു സമാധാനം ഇല്ലാത്തൊരവസ്ഥയും രാഹു കേതു നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2024 ഏപ്രിൽ കഴിഞ്ഞ 9ലേക്ക് വ്യാഴം വരുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നാലും രാഹുവിനെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ രാശിയിൽ, നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ശനിയും രാഹുവും ഒക്കെ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ദശാകാലം എന്താണ്, അതൊക്കെ നോക്കിയിട്ട് ഇതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവാം, കൃഷ്ണനെ പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യാം നമുക്ക് പറ്റുന്നത്. അതേപോലെ ഗണപതിക്ക് നമുക്ക് മുട്ട ഇറക്കി പ്രാർത്ഥിക്കാം. ദേവീ ക്ഷേത്രത്തിൽ പോകണം. എന്തായാലും കേതുവാണ്. അപ്പോൾ കേതു കുജന് വധു കേതു എന്നാണ് പറയുക. ഇപ്പോൾ ലഗ്നത്തിൽ തന്നെ കേതു നിൽക്കുമ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ചുവന്ന പൂവില്ലേ, ഈ ചെത്തിപ്പൂ കൊണ്ടൊക്കെ പൂജ കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അർച്ചന, നിങ്ങളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് അർച്ചന കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ എപ്പോഴും രോഗാവസ്ഥയാണ് നമുക്കുണ്ടാവുക. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ശിവൻ്റെ അമ്പലത്തിൽ പോവാം, ശിവന് രുദ്രാഭിഷേകം കൊടുക്കാം. 6ലാണ്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ വന്നാലും രുദ്രനായിരിക്കുന്ന ദേവന് ഒരു അഭിഷേകം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണങ്ങളാണ് കിട്ടുക. അപ്പോൾ 2024 നമുക്ക് ഈ കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള പൂർവാർദ്ധം കഴിഞ്ഞു ഉത്തരാർദ്ധത്തിലേക്ക് വരുമ്പോൾ തുലാക്കൂറിലാണ് വരുന്നത്. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് 7ലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 7ൽ വ്യാഴം നിൽക്കുന്നത് നല്ലൊരു സമയമാണ്. 7ൽ നിവർത്തി സ്ഥാനത്ത് ഏറ്റവും നല്ല സമയത്തിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി അഷ്ടമത്തിലേക്കാണ് പോവുക. അതായത് ഏപ്രിൽ കഴിഞ്ഞ അഷ്ടമഭാവം. അഷ്ടമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ആ പുരോഗതിയൊക്കെ ഇത്തിരി കുറഞ്ഞു വരും.
ധനനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുള്ളതൊക്കെ ഇങ്ങനെ ഭൂമിയൊക്കെ ആണെങ്കിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എല്ലാത്തിനും ഒരു ബ്ലോക്ക് വരുന്നൊരു സമയമാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വർഷം നമുക്ക് 4 മാസം കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കണം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ടിലേക്കുള്ള വഴികളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. കുട്ടികളാണെങ്കിൽ വിദേശത്തൊക്കെ പോകുന്ന കുട്ടികൾ ഈ ഒരു 4-5 മാസം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളൊരു ജോലിയിലേക്ക്, ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ അത് പിടിച്ചു നിൽക്കണം. അത് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്തെങ്കിലും ഒരു ജോലി, നമുക്ക് വലിയ വരുമാനം നോക്കാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടി അവിടെ തന്നെ പിടിച്ച് നിൽക്കണം. പിന്നെ അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല. അഷ്ടമത്തിൽ വ്യാഴം വന്നുകൊണ്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നുവെച്ചാൽ അഷ്ടമത്തിൽ വ്യാഴം പഠിപ്പിനെ ബാധിക്കുന്നില്ല. ഇത് തൊഴിൽ മേഖലയും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ അങ്ങനെയുള്ള ഭാവങ്ങളാണ് ഈ അഷ്ടമത്തിലെ അഷ്ടമത്തിലേക്ക് വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം വരുന്നുള്ളൂ. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കണം. അതായത് തുലാക്കൂറിൽ നിൽക്കുന്ന ചിത്ര നക്ഷത്രക്കാർ ഗ്രഹനില നല്ലവണ്ണം പരിശോധിച്ച് അവിടെ വ്യാഴവും ഈ രാഹുവും ഒക്കെ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ അതിൻ്റെ ആയിട്ടുള്ള പൂജകൾ, അതിന് പരിഹാരങ്ങളുണ്ടല്ലോ എല്ലാത്തിനും. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഈ വ്യാഴത്തിന് നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക. ഗുരുവായൂർ പോകുമ്പോൾ എന്തായാലും പറ്റത്തക്ക വിധത്തിലുള്ള പാൽപ്പായസം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ദേവിയുണ്ട്, ദേവീ ക്ഷേത്രമുണ്ട്, അവിടെ അടൽ നിവേദ്യം കൊടുക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നീരാഞ്ജനം വഴിപാട് കൊടുക്കുക. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം കൊടുക്കുക. പിന്നെ രാഹു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുലാക്കൂറുകാർക്ക് 6-ലാണ് രാഹു. അപ്പോഴും സ്കിന്നിലൊക്കെ രോഗം ഉണ്ടാവും, പെട്ടെന്ന് അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനും കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ 12-ലാണല്ലോ ഉറക്കക്കുറവൊക്കെ ഉണ്ടാവും. 12-ൽ കേതു നിൽക്കുമ്പോൾ അതിനൊക്കെ ഈ രാഹുവിനും കേതുവിനൊക്കെ പൂജ കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഈ പൂജകളൊക്കെ നടത്തിയ ഈ ഒരു വർഷം വലിയ പ്രതിസന്ധികളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ചോതി നക്ഷത്രം 2024 ഏപ്രിൽ മാസം വരയ്ക്ക് ചോതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. അവർക്ക് 7-ലാണ് വ്യാഴം നിൽക്കുന്നത്. ആ വ്യാഴം എപ്പോഴും നിവർത്തി സ്ഥാനത്തായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിവർത്തി തരാനായിട്ട് ഈ വ്യാഴം നമുക്ക് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയ് 1-ാം തീയതി തുടങ്ങി അഷ്ടമത്തിലേക്കാണ് വ്യാഴൻ്റെ നീക്കം. അപ്പോൾ ആ വ്യാഴം മാറുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ അഷ്ടമത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കും, രോഗാവസ്ഥകൾ ഉണ്ടാക്കും, ടെൻഷൻ കൂടും. ഇതൊക്കെ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. എന്നാലും ഈ അഷ്ടമത്തിലെ രാഹു എപ്പോഴും പറയുന്നത് ഈ നക്ഷത്രത്തിൻ്റെ 2-ാം ഭാവത്തിലേക്കൊരു ദൃഷ്ടിയുണ്ട്. ആ ദൃഷ്ടിയുള്ളത് കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും പൈസ എവിടെന്നെങ്കിലുമൊക്കെ വരും. അതായത് കടമായെങ്കിലും ആരെങ്കിലും കടം മേടിച്ചിട്ട് കാര്യങ്ങൾ നടത്തും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കടബാധ്യതയിലേക്ക് നമുക്ക് പോകും, കടങ്ങളിലേക്ക് പോകും. എന്ന് വെച്ചാൽ നമുക്ക് ഈ അഷ്ടമത്തിൽ നിന്ന് 2-ലേക്ക് വരുമ്പോൾ 2-ാം ഭാവം നമുക്ക് നിധിയുടെ ഭാവമാണ്. അപ്പം എന്തിനു ചോദിച്ചാലും പൈസ കടം കിട്ടും. അപ്പോൾ കടം മേടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണിത് ഏപ്രിൽ കഴിഞ്ഞാൽ. പിന്നെ അതേപോലെ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. അത് വളരെ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണം. ആ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൻ്റെ, അതായത് ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി പൈസ ഇപ്പോൾ കുറവാണെങ്കിലും നല്ലൊരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ വാഹനാദികൾ, പിന്നെ ഓടിക്കുന്നവർക്ക് അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഈ രാഹു ബന്ധമുള്ളത് കൊണ്ട്. ചോതി നക്ഷത്രക്കാർക്ക് 6-ലാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ, പിന്നെ എടുത്തടിച്ചോണ്ടുള്ള സംസാര രീതികൾ, അതൊക്കെ നമുക്ക് ദോഷങ്ങളെ ഉണ്ടാക്കും. പുതിയ ചില മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്ക് രൂക്ഷത കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കുട്ടികളെ സംബന്ധിച്ച് 7-ലാണ്, അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. തുലാക്കൂറുകാരിൽ നിൽക്കുന്ന ഈ കുട്ടികൾ പഠിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹപൂർവ്വം പോകുന്നൊരു സമയമാണ്. ഈ അഷ്ടമത്തിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ്, സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കുണ്ടാവുന്ന ബിസിനസ്, പിന്നെ അല്ലെങ്കിൽ അവർ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ 2-ലാണ് നമുക്ക് ഇവിടെ ചൊവ്വ നിൽക്കുന്നതല്ല, ചൊവ്വയുടെ ക്ഷേത്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച്, അഷ്ടമത്തിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഭൂമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്വാതി നക്ഷത്രം, അതായത് ഈ ചോതി നക്ഷത്രക്കാർക്ക് രാഹു നിൽക്കുന്നത് കൊണ്ടും പിന്നെ 12-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ടും
12 എന്ന് പറയുന്ന ഭാവം നമുക്ക് എല്ലാതും വ്യയമാണ്, നഷ്ടങ്ങളാണ് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു സമയം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ഈ 2024. പിന്നെ നിങ്ങളുടെ ഗ്രഹനില പ്രകാരം അതിൽ ഇപ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങളും നിങ്ങളുടെ വയസ്സ് അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശനീശ്വരനും വ്യാഴവും എവിടെ നിൽക്കുന്നു എന്ന് ശ്രദ്ധിച്ച് നോക്കി ജാതക പരിശോധനയിൽ നമുക്ക് തിരിച്ചറിഞ്ഞ് ഈ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര, കൂളത്തിൻ മാല, അത് കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു വഴിപാടാണ്. പിന്നെ വ്യാഴത്തിന് പിന്നിൽ പാൽപ്പായസം കൊടുക്കുക, രാഹുവിന് ആയില്യ പൂജ കൊടുക്കുക. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ആയില്യ പൂജയും രാഹുവിനും കേതുവിനും പട്ടും പൂജയും സമർപ്പിക്കുക. പിന്നെ ഈ 2ാം ഭാവത്തിൽ ചൊവ്വയുടെ ഒരു സാന്നിധ്യം, അത് ചൊവ്വ ക്ഷേത്രമായതുകൊണ്ട് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഭൂമി കച്ചവടം, വാഹന കച്ചവടം അങ്ങനെയൊക്കെയുള്ളവർക്ക് വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം തുലാക്കൂറും ബാക്കി 1/4 പാദത്തിന് വൃശ്ചികക്കൂറുമാണ്. അപ്പോൾ ആദ്യത്തെ 3 പാദം ആയ തുലാക്കൂറുള്ള ഈ വിശാഖ നക്ഷത്രക്കാർക്ക് 2014 ജാനുവരി മുതൽ ഏപ്രിൽ അവസാനം വരേക്ക് വ്യാഴം നമുക്ക് 7ലാണ് വരുന്നത്. അപ്പോൾ 7ൽ വ്യാഴം വരുന്നത് ഏറ്റവും നല്ല സമയമാണ്. നിവർത്തി സ്ഥാനത്ത് വ്യാഴം വന്നിരിക്കുകയാണ് തുലാരാശിക്കാർക്ക്. അപ്പോൾ ആ 7ലെ വ്യാഴം അവർക്ക് എല്ലാ ഗുണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അഷ്ടമത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ വരുമ്പോൾ വ്യാഴം വരുമ്പോൾ നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം, ധനനഷ്ടങ്ങൾ ഉണ്ടാവും, ധനപരമായ കാര്യങ്ങൾക്ക് എന്തിനു പോയാലും തടസ്സങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ വിദ്യാഭ്യാസം ആയിട്ട് കുട്ടികൾ വിദേശത്തേക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവിടെയും തടസ്സങ്ങളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. നമ്മുടെ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ധാരാളം തടസ്സങ്ങളാണ് നമുക്ക് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ഈ വ്യാഴം മാറുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 4-5 മാസത്തിനുള്ളിൽ, അതായത് ഈ 4 മാസം വരയ്ക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഉന്നത ജോലികൾ അന്വേഷിച്ച് നടക്കുന്നവർ ചെറിയൊരു ജോലിയാണ് കിട്ടുന്നതെങ്കിലും അത് പിടിച്ചു നിൽക്കണം. എന്നിട്ട് നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നല്ലൊരു പുരോഗതിയിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തൊഴിൽ മേഖലയിൽ ബിസിനസ്സിലൊക്കെ 1 പ്രാവശ്യം 2 പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് ബ്ലോക്ക് വന്നാലും മുടക്കുകൾ വന്നാലും പിന്നെ അഷ്ടമത്തിലേക്ക് വ്യാഴം പോകുമ്പോൾ അത് 2ലേക്ക് ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ ഈ തുലാക്കൂറിലുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് 6ാം ഭാവത്തിലാണ് നമ്മുടെ രാഹു. അപ്പോൾ ആ 6ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ രോഗാവസ്ഥകളും കാല് സംബന്ധമായിട്ടുള്ള വല്ല രോഗങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട്. വാഹനങ്ങളൊക്കെ ഓടിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിലും പഠന വിഷയത്തിലൊക്കെ ബാക്കിലേക്ക് എന്നുണ്ടെങ്കിലും ഇവർക്ക് വ്യാഴം ഈ ഏപ്രിൽ വരെ ഉള്ളത് കൊണ്ട് പഠിക്കാനൊക്കെ ഇത്തിരി ഉത്സാഹം ഉണ്ടാവും. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ബാക്കിലേക്ക് പോകുന്ന രോഗങ്ങളൊക്കെ വന്ന് ബാക്കിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ തുലാക്കൂറിലുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജാതകപ്രകാരം വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. ഇനി വൃശ്ചികത്തിൽ അതിൻ്റെ പകുതി ഒരു 1/4 ഭാഗം വൃശ്ചികത്തിൽ കിടക്കുന്നുണ്ട് വിശാഖത്തിൻ്റെ. അപ്പോൾ ഈ വൃശ്ചികത്തിലാവുമ്പോൾ ഇതിൻ്റെ 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അപ്പോൾ ഈ 6ലെ വ്യാഴം അവർക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാര്യ തടസ്സങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ ഇപ്പോൾ അവർക്ക് 7ലേക്കാണ് പോവുക. ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം ഭാവത്തിലേക്ക് പോകും. അപ്പോൾ ഇവർക്ക് ഈ വൃശ്ചികക്കൂറുകാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. കുട്ടികൾക്കായാലും വിദേശത്തെ തൊഴിലിൽ ഇപ്പോൾ അങ്ങനെ നടന്ന് വിഷമിക്കുന്നവർ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വ്യാഴം മെയ് മാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല സമയം വന്ന് ഇരിക്കുന്നതാണ്. പിന്നെ 5ാം ഭാവത്തിൽ, അതായത് വൃശ്ചികത്തിൻ്റെ 5ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് മനസ്സിന് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണോ, വിദേശത്തെ തൊഴിൽ അന്വേഷിക്കണോ, പഠിക്കണോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടാക്കും. അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ബിസിനസ് ആയാലും ഷെയർ മാർക്കറ്റ് ആയാലും എന്തിനും ഇപ്പോൾ ഇത്തിരി ലോസ് ആണെങ്കിലും ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി നല്ലൊരു ഫലങ്ങൾ കിട്ടാനായിട്ട് ഈ വൃശ്ചിക രാശിക്കാർക്കും സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് അതിലെന്താണ് വ്യാഴവും ശനീശ്വരനും എവിടെയാണ് നിൽക്കുന്നതൊക്കെ നോക്കി നമുക്ക് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതനുസരിച്ച് ഈ ശനി 4ലാണ് വൃശ്ചികക്കാർക്ക് വരിക.
അപ്പോൾ കുടുംബപരമായിട്ട് എന്തെങ്കിലും കലഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക് ധാര എന്നൊക്കെ കൊടുക്കുക. പിന്നെ ഈ കൃഷ്ണൻ്റെ അമ്പലത്തിൽ തന്നെ കൽപ്പയുടെ ഒരു ക്ഷേത്രമുണ്ട്. കൽപ്പ വെച്ചിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് പിന്നിൽ ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ചെത്തിപ്പൂവിനകത്ത് നാരെടുത്തിട്ട് പൂജ ചെയ്യുക. അത് ഈ കർമ്മതടസ്സങ്ങളൊക്കെ വരുന്നവർക്ക് ജയദുർഗയുടെ പൂജ ചെയ്യുക. ചെത്തിപ്പൂ നാര് കളഞ്ഞ് ജയദുർഗാ മന്ത്രത്താൽ പൂജ ചെയ്താൽ വളരെ മാറ്റങ്ങളായിട്ട് ഇവർക്ക് മാറ്റം വരുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് 2 രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർ. അനിയുടെ നക്ഷത്രം. അനിയുടെ നക്ഷത്രക്കാർ വൃശ്ചികൂറിൽപ്പെടുന്ന നക്ഷത്രമാണ്. ഇവർക്ക് ഇപ്പോൾ 6ലേക്കാണ് വ്യാഴം നിൽക്കുന്നത്. ഇപ്പോൾ 6ലാണ്. വ്യാഴം മാറുന്നത് ഏപ്രിൽ മാസം കഴിഞ്ഞാലായിട്ട് വ്യാഴം 7ൽ വരുന്നു. അപ്പോൾ 7ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിവർത്തി സ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. ശുക്രൻ്റെ ക്ഷേത്രത്തിലാണെങ്കിലും വ്യാഴം 7ൽ നിൽക്കുന്നത് നമുക്ക് നല്ല ഫലങ്ങളാണ് അനിയുടെ നക്ഷത്രക്കാർക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 4 മാസം നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. തൊഴിലിൽ തടസ്സങ്ങൾ ധാരാളം കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്തിന് വന്നാലും ഇപ്പോൾ ലോണായാലും ഒരു ചെറിയ ചിട്ടിയാണെങ്കിലൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഈ 4ാം മാസം കഴിഞ്ഞാൽ, ഏപ്രിൽ കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലങ്ങളാണ് ലഭിക്കുക. വിദേശവാസത്തിലോ വിദേശ പഠനങ്ങൾക്കൊക്കെ പോകുന്നവരും തൊഴിൽ തേടി പോകുന്നവർക്കൊക്കെ ഇപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവർക്ക് ഈ 4ാം മാസം കഴിഞ്ഞാൽ ഇത്തിരി നല്ലൊരു സമയത്തിലേക്കാണ് ഈ അനിയുടെ നക്ഷത്രക്കാർ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് 4ലാണ് ശനി നിൽക്കുന്നത്. 4ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ കണ്ടകശനിയുടെ കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ കാര്യങ്ങൾ അങ്ങോട്ട് നീങ്ങുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ ധാരാളമായിട്ട് നമുക്കുണ്ടാവും. പിന്നെ രാഹു ആണെങ്കിലോ 5ലാണ്. അപ്പോൾ മനസ്സിന് എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അപ്പോൾ 5ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു എപ്പോഴും കുട്ടികളുടെ കാര്യം, അതായത് സന്താനങ്ങളെക്കുറിച്ചുള്ള ദുരിതങ്ങൾ ഉണ്ടാവും, മനോവിഷമങ്ങൾ ധാരാളം ഉണ്ടാക്കും. ഇതൊക്കെ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്ത്രീകളാണെങ്കിലും അവർക്ക് വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ 2ലെ വ്യാഴാണ്. സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഈ വ്യാഴം 6ലല്ലേ നിൽക്കുന്നത്. നമ്മൾ എന്ത് കൊടുത്താലും ചിലപ്പോൾ തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയിലൊക്കെ വരുന്നൊരു സമയമാണ് ഈ 4ാം മാസം വരെ. അപ്പം അതുകൊണ്ട് തൊഴിൽ മേഖലയായാലും സാമ്പത്തികമായാലും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. പിന്നെ ഏപ്രിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയത്തിലേക്കാണ് നിങ്ങളുടെ മാറ്റങ്ങൾ വരിക. നിങ്ങളുടെ ജാതകം കൂടി നന്നായി പരിശോധിച്ച് അതിൽ ശനീശ്വരനും വ്യാഴവും എവിടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചതിന് ശേഷം ഇതും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് നല്ല ഫലങ്ങളാണ് കിട്ടുക. അപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക. അതായത് 4ാം ഭാവത്തിൽ ശനിയാവുമ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോവുക, രുദ്രാഭിഷേകം കൊടുക്കുക. പിന്നെ കുടുംബക്ഷേത്രത്തിൽ പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ വ്യാഴത്തിന് ഒരു പിടിപ്പണം വെച്ച് സമർപ്പിക്കുക. ഒരു കാമധേനുവിൻ്റെ പ്രതിമ, ആ പിടിപ്പണത്തിൽ ഒരു കാമധേനുവിൻ്റെ പ്രതിമ കൂടി വെച്ചിട്ട് ഒരു മഞ്ഞപ്പട്ടിൽ വെച്ച് സമർപ്പിക്കുക. രാഹുവിന്, അതായത് രാഹു 5ലായതുകൊണ്ട് രാഹുവിന് നമുക്ക് ആയില്യപൂജ കൊടുക്കുക. പിന്നെ ഈ 5ാം ഭാവത്തിൽ രാഹുവും കേതുവും 11ലാണ്. അപ്പോൾ അത് 2 നക്ഷത്രക്കാർക്കും കൂടിയിട്ട് നമുക്ക് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് അതിന് പറ്റത്തക്ക പട്ടും പൂജയും സമർപ്പിച്ച് കൊടുക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അനിയുടെ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും. തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് തൃക്കേട്ട. അഗ്നിയുടെ നക്ഷത്രമാണ് തൃക്കേട്ട. അപ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു പൊതുവേ ഒരു സ്വഭാവം തന്നെ പറയാം, ഇവരെപ്പോഴും പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെന്ന്. അപ്പോൾ അഗ്നിയുടെ നക്ഷത്രമാണെന്നല്ലേ പറയാം. അപ്പോൾ ചൊവ്വയുടെ ക്ഷേത്രത്തിലും കൂടി നിൽക്കുന്നതാണ്. ഇവർ ആണെങ്കിലും 6ാം ഭാവത്തിലായിരുന്നു വ്യാഴം. ഇപ്പോഴും വ്യാഴം 6ലാണ്. 2024 ഏപ്രിൽ കഴിയുന്നത് വരെ വ്യാഴം 6ൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ ആ വ്യാഴം ഈശ്വരാധീനം കുറയുന്നൊരു സമയമാണ് നമുക്ക്. ഈശ്വരാധീനം കുറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ധാരാളം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങളും തൊഴിൽ കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടവർക്കും ഇനി പുറപ്പെടാനായിട്ട് വിദേശത്തേക്ക് പോകുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാലാണ് അവിടെ ചെന്ന ഉടനെ ജോലി കിട്ടും എന്നൊന്നും വിചാരിച്ചിട്ട് പോകണ്ട. അവിടെ പോവുക, ടെസ്റ്റുകളൊക്കെ എഴുതുക, ഇൻ്റർവ്യൂ ഒക്കെ നന്നായി പങ്കെടുക്കുക. ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലി കിട്ടും. അപ്പം അതുവരേക്ക് നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഈ 5ലെ രാഹു നിൽക്കുന്നത് കൊണ്ട്, വൃശ്ചികത്തിൻ്റെ 5ാം ഭാവത്തിലാണ് രാഹു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് എപ്പോഴും ഇങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഈശ്വര ഭജനം കൊണ്ട് തന്നെയാണ് നമുക്കതൊക്കെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ തൊഴിലിലായാലും അവരുടെ ബിസിനസ്സിലായാലും അവർക്ക് ടെൻഷൻ ധാരാളം കൊടുക്കും. എന്നുവെച്ചാൽ രണ്ടാം ഭാവാധിപതിയായ വ്യാഴമാണ് 6. അപ്പോൾ കുടുംബത്തിലും അവർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പോൾ കുടുംബത്തിൽ അസ്വസ്ഥത, ബിസിനസ്സിൽ അസ്വസ്ഥത അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ സ്ത്രീകളെ സംബന്ധിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. കുട്ടികളാണെങ്കിൽ 5-ാം ഭാവത്തിലാണ് രാഹു. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇത്തിരി പിന്നിലേക്ക് മറന്നു പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും നമ്മൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. പിന്നെ ഇവരെ സംബന്ധിച്ച് ഈ 4-ാം ഭാവത്തിലുള്ള ശനീശ്വരൻ 4 എന്നത് നമുക്ക് കുടുംബമാണ്. അപ്പോൾ സഹോദരങ്ങളായിട്ടുള്ള വല്ല ഭൂമിയിൽ ഉണ്ടാകുന്ന വല്ല തർക്കങ്ങളോ പിന്നെ അഥവാ ബിസിനസ്സിലൂടെ വേറെ എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടെങ്കിൽ അത് കൂടുതലാവാനായിട്ടൊരു സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ വൃശ്ചിക രാശിയാണല്ലോ. വൃശ്ചിക രാശി തൃക്കേട്ട നക്ഷത്രവും കൂടി 4-ാം ഭാവത്തിൽ ശനിയുടെ ബന്ധം കൂടി വരുമ്പോൾ അങ്ങനെ ഭൂമിയിലുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുമ്പോൾ ചെയ്തത് ഇപ്പോൾ നമുക്ക് ബ്ലോക്കായി കിടക്കുകയാണെങ്കിൽ തന്നെ ഈ കാലഘട്ടം ഏപ്രിൽ കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭാവത്തിലേക്ക് വരാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ നല്ലപോലെ പരിശോധിക്കുക. പിന്നെ നിങ്ങളുടെ ആരോഗ്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്ന് വെച്ചാൽ 6-ലാണല്ലോ, മേടൻ രാശിയിലാണ് നിൽക്കുന്നത് സൂര്യൻ വ്യാഴം. അപ്പം മേടൻ രാശിയിൽ നിൽക്കുമ്പോൾ ശിരസ്സാണ് നമ്മുടെ മേടൻ രാശി. അപ്പോൾ എപ്പോഴും ടെൻഷൻ വരിക, തലവേദന വരിക, തലയിലാണ് എപ്പോഴും ടെൻഷനും അങ്ങനെയുള്ള തലവേദന അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ധാരാളം സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിച്ചിട്ട് അതിൽ ആ വ്യാഴവും ശനീശ്വരനൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ കർമ്മങ്ങൾക്ക് ദോഷങ്ങൾക്കൊക്കെ വരുന്നത് ശിവൻ്റെ അമ്പലത്തിൽ പോവുക. കണ്ടകശിനി കാലഘട്ടമായതുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിലും മുന്നിൽ വിളക്ക്, ധാര എന്നിവ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ രാഹുവിന് നാഗങ്ങൾക്ക് പൂജ കൊടുക്കുക. 6-ാം ഭാവത്തിൽ വ്യാഴമുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു 4 മാസം, അതായത് ഏപ്രിൽ വരയ്ക്ക് നമുക്ക് വ്യാഴത്തിന് പറ്റത്തക്ക വഴിപാടുകളും പിന്നെ ഗുരുവായൂർ പോവുകയാണെങ്കിൽ ദേവിക്ക് അഴൽ നിവേദ്യവും കൊടുക്കുക. പിന്നെ 7-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സർവ്വ ഈശ്വര കാരകത്വം വന്നിരിക്കുന്നൊരു സമയമാണ്. എങ്കിലും കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക. കൃഷ്ണന് പറ്റത്തക്ക വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം വളരെ നന്നായിട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. മൂലം നക്ഷത്രം നമുക്ക് ധനുരാശിയിൽ വരുന്ന നക്ഷത്രമാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ഇതിൻ്റെ ഇവരൊക്കെ 7ര ശനിക്ക് കഴിഞ്ഞ് നല്ലൊരു കാലഘട്ടത്തിലാണ് ഈ മൂലനക്ഷത്രക്കാർ വരുന്നത്. 3-ലാണ് ഇവർ ശനീശ്വരൻ നിൽക്കുന്നത്. 3-ൽ ശനി നിൽക്കാന്ന് വെച്ചാൽ മുടി വെച്ച് പാടും എന്നാ പറയാം. എന്ത് കാര്യത്തിനും മുമ്പിൽ നിൽക്കാനും എന്ത് കാര്യത്തിനും പവർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നൊരു സമയമാണ് ഈ മൂലനക്ഷത്രക്കാർക്ക്. ഇവരിൽ തന്നെ 5-ലാണ് ഇവരുടെ വ്യാഴം. 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ മനോബലമൊക്കെ നന്നായിട്ട് കൂടി എന്ത് കാര്യങ്ങളും വിചാരിച്ച പോലെ നടത്താനും ഈശ്വരനെ വിളിച്ചാൽ വെളിപ്പുറത്ത് വരാനും പറ്റുന്നൊരു സമയമാണ് വ്യാഴം 5-ൽ നിൽക്കുന്നത്. പക്ഷേ ഏപ്രിൽ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം 6-ലേക്കാണ് പോകുക. അപ്പോൾ ആ വ്യാഴം 6-ലേക്ക് പോകുമ്പോൾ ഇവർ ഇത്തിരി കൂടി സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എന്ന് വെച്ചാൽ 6-ാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷൻ വരിക, മുഖരോഗങ്ങൾ വരിക. അതെന്ന് വെച്ചാൽ 6-ാം ഭാവത്തിലെ രോഗാവസ്ഥകൾ ഉണ്ടാക്കുക. അപ്പോൾ ഈ 3-ലെ ശനിയാണ് പിന്നെ നമുക്ക് മനോബലം തരിക. അപ്പോൾ അവിടെ ഈശ്വരനെ, അതായത് ശനീശ്വരനെയും അയ്യപ്പനെയൊക്കെ നന്നായി ഭജിക്കുക. വ്യാഴം അവിടെ തളർത്താൻ ശ്രമിച്ചാലും ശനിയെ നന്നായിട്ട് നിങ്ങൾ ഭജിച്ചു കഴിഞ്ഞാൽ ഇവിടെ വ്യാഴത്തിൻ്റെ തളർച്ച നമുക്കറിയാതെ പോകാനായിട്ട് സാധിക്കും. പിന്നെ 4-ാം ഭാവത്തിലാണ് രാഹു. ആ രാഹു കുടുംബ ബന്ധങ്ങളെ അങ്ങനെ ഭയങ്കര ദോഷങ്ങളെ വരുത്തും. അതും സാമ്പത്തികമായുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ദോഷങ്ങളെ ഉണ്ടാക്കും. എന്നുവെച്ചാൽ രാഹു വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, കൊടുക്കൽ വാങ്ങൽ, കുടുംബ ബന്ധങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ദോഷമായിട്ട് നമുക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവരുടെ ബിസിനസ് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. 10-ലാണല്ലോ കേതു വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ നന്നായിട്ട് പോകുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് ഗണ്ഡകം വരികയാണ്. അവിടെ ഗണ്ഡകാരകനായ കേതുവാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. വാക്കുകൾ നമുക്ക് എപ്പോഴും 3-ൽ ശനി നിൽക്കുന്ന സമയം ഭയങ്കര അഹങ്കാരം വർദ്ധിക്കും എന്ന് പറയും. മുടി വെച്ച് വാഴുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അഹങ്കാരത്തേക്ക് കുറച്ച്
നന്നായിട്ട് ദേവീനെയൊക്കെ ഭജിച്ച് അഹങ്കാരമൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ളൊരു കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കുട്ടികളായാലും വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണെങ്കിലും തൊഴിൽ തേടുന്നവരാണെങ്കിലും ശ്രദ്ധയോടുകൂടി സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ കയ്യിലാക്കാൻ പറ്റുന്ന ഒരു സമയം തന്നെയാണ് ഏപ്രിൽ മാസം വരെ. ഏപ്രിൽ കഴിഞ്ഞു കഴിഞ്ഞാലാണ് 6-ാം ഭാവത്തിൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ വിദേശത്ത് പോയിട്ട് കുറേ പണം ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞു വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതുപോലെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12-ാം ഇടത്തിൽ ചൊവ്വയാണ്, ആ ചൊവ്വയുടെ ക്ഷേത്രവുമാണ്. അപ്പോൾ എപ്പോഴും പേപ്പർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വായിച്ചു നോക്കി അതിൻ്റെ എല്ലാ എന്തൊക്കെയാണ് ദോഷം, അല്ലെങ്കിൽ ഇനി വരാൻ എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമാണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് ഈ ധനുരാശിയിൽ മൂലനക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ശനിയും വ്യാഴവും നല്ലൊരു രാശിയും പിന്നെ ഏതാ ദശാനാഥൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടക്കുകയും അതിനു വേണ്ടിയുള്ള പൂജാ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ശനീശ്വരനേക്കാൾ കൂടുതൽ വ്യാഴത്തിന് പൂജ കൊടുക്കുക. അത് മഞ്ഞപ്പട്ടിൽ ഏപ്രിൽ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പട്ട് മേടിച്ചിട്ട് അതിലൊരു കാമധേനുവും ഒരു പിടിപ്പണവും, എണ്ണാപ്പണം എന്ന് പറയും ചില സ്ഥലത്ത്, അതും കൂടി വെച്ച് വ്യാഴത്തിന് സമർപ്പിക്കുക. അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ സമർപ്പിക്കുക. അത് കഴിഞ്ഞ് രാഹു 4-ലാണ്. അപ്പോൾ സർപ്പക്കാവുകളിൽ പോയിട്ട് ഇപ്പോൾ മണ്ണാർശാല അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പാലും 100 ഒരുപാട് കൊടുക്കുക. ഇത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ രാഹു കേതു നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ഭാര്യ ഭർത്താവുക്കന്മാർ തമ്മിലുണ്ടാകുന്ന കലഹം, കുട്ടികൾ തമ്മിലുണ്ടാവുന്നത്, പിന്നെ കുടുംബക്കാരായിട്ട് നമ്മുടെ തറവാട്ടിലെ ആൾക്കാരായിട്ട് ഭൂമി തർക്കങ്ങളോ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാഹു കേതുക്കൾക്ക് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് പൂജക്ക് കൊടുക്കുക. ശനീശ്വരൻ അതായത് ഈ കറുത്ത ഉഴുന്നിന് വളരെ പ്രാധാന്യമാണ്. തൊലി കളയാതെയുള്ള ഉഴുന്നാണ് കറുത്ത ഉഴുന്ന്. അതും കറുത്ത പട്ടും കൂടി സമർപ്പിച്ച് കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ കുറച്ച് കുറവുകളൊക്കെ നമുക്ക് കിട്ടി ഈ വർഷം വളരെ നന്നായിട്ട് പോകാനായിട്ട് സാധിക്കും. പൂരാട നക്ഷത്രം ധനുക്കൂറിൽ പെടുന്ന നക്ഷത്രമാണ്. 2024 ജാനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഇവർക്ക് 5-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. 5-ൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്ന ഒരു സമയം എന്ന് പറയും. ദൈവങ്ങളെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വരിക, നമ്മുടെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടത്തിത്തരുന്ന ഒരു സമയമാണ് ഏപ്രിൽ മാസം വരെ. പിന്നെ ശനീശ്വരനാണെങ്കിൽ 3-ലാണ്. ആ ശനി 3-ൽ നിൽക്കുമ്പോൾ മുടി വെച്ച് വാഴുക. നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് ഒരു മുന്നിലൊരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുത്തുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു നല്ല അവാർഡോ പ്രമോഷനോ അങ്ങനെയൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് അവിടെ കിട്ടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ധനുരാശിക്കാർക്ക്. ഈ രാശിയിൽ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ 6-ലേക്ക് വ്യാഴം വരിക. അപ്പോൾ ഈ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് ഇപ്പം ഇത്രയും നന്നായിട്ട് പോകുമ്പോൾ പെട്ടെന്നൊരു കർമ്മ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ധാരാളം. അപ്പോൾ ശനിയെ തന്നെ നന്നായിട്ട് ആരാധിക്കുക. ശനി നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരാനായിട്ട് നല്ല ഈശ്വരാധീനത്തോടു കൂടി ശനീശ്വരൻ 3-ൽ തന്നെ വന്ന് നിൽക്കുകയാണ്. ശനിക്ക് ഏറ്റവും നല്ലൊരു ഭാവമാണ് 3-ാം ഭാവം. അപ്പം അതുകൊണ്ട് തന്നെ വ്യാഴത്തിനെ നന്നായി പ്രീതിപ്പെടുത്തി എന്ന് വെച്ചാൽ വ്യാഴക്ഷേത്രത്തിൽ പോയിട്ട് പ്രീതിപ്പെടുത്തിയിട്ട് നമ്മൾ പുതിയ സംരംഭങ്ങളും തൊഴിൽ മേഖലകളിലേക്കൊക്കെ പോവുക. പിന്നെ ഗവൺമെൻറ് ജോലി അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോൾ എഴുത്തുകുത്ത് പരീക്ഷകളൊക്കെ വരുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലൊരു ഫലം നമുക്ക് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വരുമ്പോൾ 6-ലേക്ക് വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരും. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. പിന്നെ അതേപോലെ 12-ാം ഭാവത്തിലാണ് നമുക്ക് വൃശ്ചിക രാശി തന്നെ വരുന്നത്. അപ്പം കേസ് കോടതി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച്, അതായത് ഓരോ പേപ്പറും നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് കേസിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പോകേണ്ടത്. പിന്നെ 5-ാം ഭാവത്തിൽ ഇപ്പോൾ നമുക്ക് വ്യാഴമാണ്, അനുകൂലാവസ്ഥയാണ്. പിന്നെ 6-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മുഖരോഗങ്ങൾ, മുഖത്ത് വരുന്നത് അതുപോലെ പല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വ്രണങ്ങൾ അതൊക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതകളുണ്ട്. ഏറ്റവും കൂടുതൽ വ്യാഴം നമുക്ക് അനുകൂലമല്ലെങ്കിലും ശനീശ്വരൻ നല്ല അനുകൂലാവസ്ഥയായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശനീശ്വരനെയും ഭജിക്കുക, അതേപോലെ തന്നെ വ്യാഴത്തിനെയും ഭജിക്കണം.
4-ലാണ് രാഹു നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ വീട് വിട്ടു പോകുന്ന ആൾക്കാർ, അതായത് നമുക്ക് തൊഴിൽ തേടിയും പിന്നെ പഠനത്തിന് വേണ്ടി പോകുന്ന കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് ഒരു ജോലിയിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ എന്ത് കാര്യങ്ങളും ഈശ്വരനെ വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. എന്ന് വെച്ചാൽ ആ ഒരു വാക്ക് പോലും നമ്മളെ വ്യത്യാസം വരാൻ പാടില്ല അവിടെ കർമ്മത്തിൽ. എന്ന് വെച്ചാൽ കേതു 10-ലായതുകൊണ്ട് ഒരു വാക്ക് പോലും എന്തെങ്കിലും വന്നാൽ ആ കർമ്മഭാവം അവിടെ ബ്ലോക്കായി പോകും. സ്ത്രീകളാണെങ്കിലും കുടുംബപരമായിട്ട്, അതായത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയറൻസ് ചെയ്യുക. അതൊക്കെയാണ് ഈ ഒരു രാശിക്കാർക്ക് ഇവിടെ നമുക്ക് പറയാനുള്ളത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ പഠിപ്പിലൊക്കെ നല്ല മികവൊക്കെ കാണിക്കും അവർ. ഇപ്പോൾ വിഷയമൊന്നുമല്ല, 5-ാം ഭാവത്തിലാണ് ആണല്ലോ, ഇപ്പോൾ ഓർമ്മയൊക്കെ ഉണ്ട്. മേടത്തിലാണ്, ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അല്ല, മേടൻ ശിരസിൻ്റെ രാശിയാണ്. അപ്പോൾ അതുകൊണ്ട് പഠിച്ചതൊക്കെ ഓർമ്മയിലും കാര്യങ്ങളൊക്കെ നിൽക്കും. അവരെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം എക്സാമൊക്കെ എഴുതുമ്പോഴൊക്കെ അവർ നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹനില നോക്കി ആ ഗ്രഹനില പ്രകാരം എന്താണോ, എവിടെയാണോ ശനി നിൽക്കുന്നത്, എവിടെയാണോ വ്യാഴം നിൽക്കുന്നത്, അതിന് എന്തൊക്കെ പരിഹാരങ്ങളും വേണമെന്നുണ്ടെങ്കിലും അതുപരമായി മുന്നോട്ട് പോവുകയും അതേപോലെ തന്നെ ഈ ശനിക്ക് നീരാഞ്ജനവും, അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനവും, ശനീശ്വരന് രുദ്രാഭിഷേകവും, രാഹുവിന് പറ്റത്തക്ക വഴിപാടെന്ന് പറഞ്ഞാൽ കദളിപ്പഴം നേദിക്കുന്നവരുണ്ട്, മഞ്ഞൾപ്പൊടി പിന്നെ വെളിച്ചെണ്ണ അതൊക്കെ കൊടുക്കുന്നവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ സമർപ്പിക്കുക. വ്യാഴത്തിന് നമുക്ക് പറ്റുന്ന വഴിപാടിനേക്കാൾ ഉപരി നെയ്വിളക്കാണ് ഏറ്റവും കൂടുതൽ കൃഷ്ണനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുക, കദളിപ്പഴം നേദിക്കുക, ഗണപതിക്ക് ഒരു മുട്ടിറക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലങ്ങൾ നമുക്ക് തരുന്നതായിരിക്കും. ഉത്രാട നക്ഷത്രം ധനുക്കൂറിൽ 1/4 ഭാഗവും മകരത്തിൽ 3/4 ഭാഗവും നിൽക്കുന്നതാണ് ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ധനുവിൽ നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് 5-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വന്ന് നിൽക്കുന്നത്. പിന്നെ 3-ലാണ് അവരുടെ ശനീശ്വരൻ. അപ്പോൾ ഒരു ഭാഗം കൊണ്ട് 1/4 ഭാഗത്ത് നിൽക്കുന്ന ഉത്രാട നക്ഷത്രക്കാരെ 3-ൽ ശനി നിൽക്കുക, അത് മുടി വെച്ച് വാഴുന്നൊരു സമയം, ഭയങ്കര ധൈര്യം. അത് 2-ാം ഭാവാധിപതിയാണ്. 2-ാം ഭാവാധിപതി 3-ൽ നിൽക്കുമ്പോൾ അവർക്ക് മനോബലം കൂടും എന്നാണ് പറയുക. അപ്പം മനോബലമൊക്കെ കൂടും. ശനി ഇവിടെ വ്യാഴാണെങ്കിൽ നല്ല ഈശ്വരാധീനത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഏപ്രിൽ മാസം കഴിഞ്ഞാലാണ് ഇവർക്ക് വ്യാഴം 6-ലേക്ക് പോവുക. അപ്പം 6-ൽ പോകുമ്പോൾ ഈ തൊഴിൽ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനാണ് എപ്പോഴും നമ്മൾ വ്യാഴനെ കുറിച്ച് പറയുക. അപ്പോൾ കൊടുക്കൽ വാങ്ങൽ, പിന്നെ വല്ല ഓണോ വല്ല പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് കാശ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ കുട്ടികൾക്കാണെങ്കിലും വിദേശത്തേക്ക് പഠനത്തിന് പോകുമ്പോൾ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, 12 ലക്ഷം 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്നുവെച്ചാൽ ഏപ്രിൽ മാസം കഴിഞ്ഞിട്ടുള്ള എന്തൊരു കാര്യത്തിനും പണ ഇടപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ ഇതിൽ 4-ലാണ് രാഹു നിൽക്കുന്നത്. രാഹു 4-ൽ നിൽക്കുമ്പോൾ വീട്ടിൽ കുടുംബക്ഷേത്രങ്ങളിൽ ചില വീടുകളിൽ കാവ് എന്ന സങ്കല്പമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ കാവിൽ പോയി വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക, അതൊക്കെ കൃത്യമായി ചെയ്യുക. 5-ാം ഭാവത്തിൽ നമുക്ക് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് ഒരിതാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് ഇവർക്ക് കേതു നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോടെ വിട്ടു പോരാനൊക്കെ നമുക്ക് തോന്നും. അതൊരിക്കലും പോകാനോ എടുക്കാനോ പാടില്ല. വാക്കുകൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ ഈ 3-ലെ ശനി അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെങ്കിൽ ഇതല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് പോരാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടും. അപ്പം അതൊക്കെ കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അതേപോലെ ഈ പഠന കാര്യങ്ങൾക്കും തൊഴിൽ കാര്യങ്ങൾക്കും വിദേശത്ത് പോകുന്നവരാണെങ്കിലും പെട്ടെന്നൊരു ജോലി കിട്ടി അതിനിട്ടെറിഞ്ഞ് പുതിയൊരു ജോലി കാണുമ്പോൾ പോകരുത്. ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർ പിടിച്ച് അവിടെ ആ കിട്ടുന്ന ജോലിയിൽ സന്തുഷ്ടരായിട്ട് നിൽക്കാൻ ശ്രമിക്കണം. നമുക്ക് ഈ ശനിയാണ് നമുക്ക് അത് വേണ്ട, പുതിയ ജോലി എനിക്ക് കിട്ടും എന്നുള്ളൊരു ഒരു ധൈര്യം തരും. അപ്പോൾ അതിലേക്കൊന്നും അധികം പോവാതെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഉത്രാടത്തിൻ്റെ ഈ ധനുക്കൂറിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ മകരക്കൂറിൽ 3-ാം പാദം 3 പാദവും കൂടി മകരത്തിലാണ് നിൽക്കുന്നത്. മകരക്കൂറിലുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് 7-ര ശനിയുടെ കാലഘട്ടം കൂടിയാണ്. ശനീശ്വരൻ 2-ലാണ് നിൽക്കുന്നത്.
അപ്പോൾ 2-ൽ ശനി നിൽക്കുമ്പോൾ നമ്മുടെ നിധി, കോശം, ധനം, വാക്കിനെയാണ് സൂക്ഷിക്കേണ്ടത്. നമുക്ക് എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും വാക്കുകളിലൂടെയാണ് നമുക്ക് കർമ്മഫലം നമുക്ക് തരിക. അപ്പോൾ അതുകൊണ്ട് വാക്കിനെ വളരെ ശ്രദ്ധിക്കുക. പൈസ എടുത്ത് അതായത് കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക ഭാവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇവർക്ക് 4-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. 4-ലെ ശനി നല്ലതാണ്, കുടുംബത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാക്കാനൊന്നും കുഴപ്പമില്ല. പക്ഷെ 3-ൽ രാഹു വന്നിട്ടുണ്ട്. 3-ലെ രാഹു എപ്പോഴും നല്ലത് തന്നെ നമുക്ക് ചെയ്യും. എന്നുവെച്ചാൽ 3-ലും 11-ലും മാത്രമാണ് ഈ രാഹുവിന് ഏറ്റവും നല്ല ഭാവം എന്ന് പറയുന്നത്. അപ്പം 3-ലെ രാഹു വിദേശം ഭാവത്തേക്ക് കാണിക്കുന്നു. അതായത് പുറത്തേക്ക് പോകാനോ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനോ ഒക്കെ നല്ല ഭാവമാണ്. പക്ഷെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ലാണ് നമുക്ക് ശനി. അപ്പോൾ നമ്മളുള്ള സാമ്പത്തികം മുഴുവൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്താൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ഈ രാഹു നമുക്കിങ്ങനെ തരും, പുതിയ പുതിയ ഓഫറുകളൊക്കെ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ മുമ്പിൽ വരുമ്പോൾ എനിക്ക് ഈ 7-ര ശനി ഇപ്പോൾ ഒരു വർഷം കൂടി കഴിഞ്ഞ് 7-ര ശനി മാറും. അപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഭാവത്തിൽ നമ്മൾ നിൽക്കണം. വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഈ മകരരാശിയിലുള്ള ഉത്രാട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. കുട്ടികളായാലും പഠനത്തിന് പോകണമെങ്കിലും എല്ലാത്തിനും പുതിയ വലിയ ഓഫറുകൾ വരും. നമുക്ക് അവിടെ ചെന്നാൽ പുതിയൊരു വലിയ നല്ല ജോലി കിട്ടും, അതിനനുസരിച്ച് നമുക്ക് വലിയ ശമ്പളം കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. രാഹു നമുക്കൊരു മോഹങ്ങൾ തരുന്ന ഒരു ഗ്രഹവും കൂടിയിട്ടാണ്, ഛായാഗ്രഹമാണ് രാഹു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഈ മകരക്കൂറിലുള്ള ഉത്രാട നക്ഷത്രം വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. പിന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഗ്രഹനില പ്രകാരം നിങ്ങളുടെ വ്യാഴവും രാഹുവും നിങ്ങളുടെ ദശാകാലവും നോക്കി കാര്യങ്ങളൊക്കെ നടക്കുക. ഇതിന് പരിഹാരമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ 2024 തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് വ്യാഴത്തിന് നമുക്ക് പട്ടും പൂജയൊക്കെ സമർപ്പിക്കുക, പാൽപ്പായസം കൊടുക്കുക. ശനിക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് രുദ്രാഭിഷേകം കൊടുക്കുക. രാഹുവിനും കേതുവിനും നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് ഒരു പട്ടും പൂജയും സമർപ്പിക്കുക. പിന്നെ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകണം. എന്നുവെച്ചാൽ വിദ്യയാണല്ലോ അവിടെ ഉണ്ടാവേണ്ടത്. അപ്പം ആ നാവിൻ്റെ ഭാവത്ത് നല്ലത് വരുത്താൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാട് എടുത്ത് വയ്ക്കുക. അതെടുത്ത് വെച്ചാൽ പിന്നെ ഒരു അഭിഷേകവും കൂടി നടത്തി ഈ ഒരു വർഷം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തിരുവോണ നക്ഷത്രം മകരം രാശിയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാർക്ക് 2024 മുതൽ ഒരു ഏപ്രിൽ മാസം വരെ വ്യാഴം 4-ലാണ് നിൽക്കുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്കും 7-ര ശനിയുടെ കാലഘട്ടമാണ്. ഇതിൽ 2-ാം ഭാവത്തിലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. ഒരു വർഷക്കാലം കൂടി 7-ര ശനിയുടെ കൂട്ടത്തിലാണ് തിരുവോണ നക്ഷത്രക്കാരുടെ പോക്ക്. പക്ഷേ 3-ലാണ് രാഹു. ഈ ഒരു വർഷത്തെ 3-ൽ രാഹുവാണ് നിൽക്കുന്നത് കൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും ഒരു നല്ല സമയമാണ്. പക്ഷേ ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ രാഹുദശാകാലമായിരിക്കും അവർക്ക്. ഒരു 15 വയസ്സ് കഴിഞ്ഞുള്ള കുട്ടിക്ക് രാഹുദശയാണ്. പക്ഷെ 3-ലെ രാഹു ആകുമ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. കൂട്ടുകാരെന്തു പറഞ്ഞോ അത് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ മോഹം. അപ്പം അത് നമ്മുടെ അച്ഛനമ്മയൊക്കെ പറഞ്ഞ് തിരുത്തി ഇവരെ നമ്മുടെ രീതിയിലേക്ക്, അതായത് നിങ്ങൾക്ക് രാഹുവാണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കണം. അതേപോലെ ഈ നക്ഷത്രക്കാർ, അതായത് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. ഈ രാഹു 3-ലെ രാഹു ഒരു ഛായാഗ്രഹമാണ്. അപ്പോൾ അത് പുതിയ പുതിയ സംരംഭങ്ങൾ നമുക്ക് മുന്നോട്ട് തരും. പക്ഷെ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് മുന്നിലേക്ക് പോരാനായിട്ട് നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ അതേപോലെ 2-ാം ഭാവത്തിൽ നമുക്ക് ശനീശ്വരനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് ദേഷ്യം വരും. പിന്നെ ടെൻഷൻ കൂടും. ഇവിടെ 4-ലാണ് വ്യാഴമെങ്കിലും അത് ചൊവ്വയുടെ ക്ഷേത്രത്തിലാണ്. ചൊവ്വയുടെ ക്ഷേത്രം അതും മേടൻ രാശിയിലാണ്, ശിരസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ടെൻഷൻ വരും, ദേഷ്യം കൂടുതൽ വരും. പറയേണ്ട കാര്യങ്ങളായിരിക്കില്ലേ പറയുക, പെട്ടെന്ന് ദേഷ്യം വരും. വീട്ടിൽ ഒരു കലഹത്തിൻ്റെ ഒരു രീതി വരാനായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വാക്കുകൾ കുറച്ച് നോക്കി, ജോലിക്ക് പോകുന്നിടത്തായാലും എല്ലായിടത്തും വാക്കുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. 7-ര ശനി പോകുന്ന പോലാണ്.
വരുന്ന സമയത്തും ഏഴര ശനി പോകുന്ന സമയത്തും നമുക്ക് കുടുംബ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാക്കും. അതേപോലെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ നമുക്ക് ഏഴര ശനിയുടെ കാലഘട്ടമായിരിക്കും നമ്മളൊരു വീട് തന്നെ വെക്കുക. അതൊക്കെ നല്ലതാണ്. ശനീശ്വരൻ നല്ല വീടൊക്കെ വെക്കും. അതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ നമുക്ക് വീടുമിലേക്ക് വരുത്തണം എന്ന് പറയും. പുതിയ ബിസിനസ് അല്ല തുടങ്ങേണ്ട, വീടോ സ്ഥലമോ ഭൂമിയോ ഒക്കെ മേടിക്കണം എന്ന് പറയും. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വർഷം കൊണ്ട് നമ്മളെ നശിപ്പിക്കാനും ഈ ശനി സംഭവിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഭൂമിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. അതൊക്കെ ബാങ്കിലോ അങ്ങനെയൊക്കെ വെച്ച് ലോണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ദോഷങ്ങളായിട്ട് നമുക്ക് സംഭവിക്കാനായിട്ട് ഇടയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ മകരം രാശിയിലുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇത് 4 ഈ വ്യാഴം നമുക്ക് ഏപ്രിൽ മാസത്തോടു കൂടി 5 വരും. അപ്പോൾ ഈശ്വര ഭജനം കൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിക്കുക. പിന്നെ വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും, സ്ത്രീകളെ സംബന്ധിച്ച് ഇവർക്ക് 12ലാണ് ഭാവമാണ് വ്യാഴം, 3ലുമാണ്. അപ്പോൾ 12ൻ്റെയും 3ൻ്റെയും ഭാവമായിട്ടുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് 5ലേക്കാണ് വരുന്നത്. അപ്പോൾ സന്താനങ്ങളെക്കുറിച്ചിട്ടുള്ള ആവലാതികൾ ധാരാളം ഉണ്ടായിരിക്കുന്നു. സന്താനങ്ങൾ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ വിദേശത്ത് പോയിട്ട് നമുക്ക് ജോലി സ്ഥിരമായിട്ടില്ല, അങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാലിന്മയൊക്കെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വാഹനങ്ങളാണല്ലോ നമുക്ക് കാലുമിലും കൈമയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തിരുവോണ നക്ഷത്രക്കാർക്കുണ്ട്. ഈ ഇപ്പോൾ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നിൽ മുന്നിൽ വിളക്ക്, ധാര എന്നിവയൊക്കെ കൊടുക്കുക. പിന്നെ കൂവളത്തിൻ മാല അത് നന്നായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഗണപതിക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കുക. പിന്നെ അതാത് നിങ്ങളുടെ ഏത് സ്ഥലത്താണോ നിങ്ങൾ നിൽക്കുന്ന അവിടുത്തെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഈ 2024 ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിട്ട നക്ഷത്രം മകരത്തിലെ പകുതിയും അരഭാഗവും കുംഭത്തിൽ അരഭാഗവും നിൽക്കുന്ന നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം. അപ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ മകരക്കൂറുകാർ അരഭാഗം, ആദ്യത്തെ അരഭാഗമുള്ളവർക്ക് ഏഴര ശനിയാണ് വരുന്നത്. ഏഴര ശനി കഴിയാറായി, 2ലേക്കാണ്. പക്ഷേ ഈ കുംഭൻ രാശിയുടെ നിൽക്കുന്നവർക്ക് ഏഴര ശനി സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ മകരൻ രാശിയിൽ വരുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് ഇവർ ശനി നിൽക്കുന്നത്. അപ്പോൾ 2ലെ ശനി എപ്പോഴും നമ്മുടെ വാക്കുകൾക്ക് ദോഷം വരുത്തും. വാക്കുകൾ ദോഷം വരുത്തും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയൊന്നും നമുക്ക് കിട്ടില്ല. എന്തിനു പോയാലും കടങ്ങളായിരിക്കും കൂടുതൽ ദോഷങ്ങളായിട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈശ്വരഭജനം അത്യാവശ്യമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. 2024 ഏപ്രിൽ വരയ്ക്ക് ഈ വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥയുണ്ട്. ഇനി മാറ്റം വന്നാലും, അത് ഏപ്രിൽ കഴിഞ്ഞ് മാറ്റം വന്നാലും വ്യാഴം നമുക്ക് അനുകൂലാവസ്ഥ തന്നെയാണ്. 5ാം ഭാവത്തിലാണ്. 5ൽ വ്യാഴം വരുമ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും എന്നാ പറയാം 5ൽ വ്യാഴം നിൽക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മകര രാശിക്കാർക്ക് 5ൽ വ്യാഴം ഏറ്റവും നല്ല ഫലങ്ങളാണ് ലഭിക്കുക. പക്ഷേ ഏഴര ശനിയിൽ ഈ ശനീശ്വരൻ മാറുന്ന സമയമായതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ തൊഴിൽ തേടി കുട്ടികളൊക്കെ പോവുകയാണെങ്കിലും വലിയവർ പോവുകയാണെങ്കിലും ഈ പൈസ ധാരാളം കൊടുത്തിട്ട് പോകുന്ന സംരംഭങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എന്നുവെച്ചാൽ അവിടെ വിദേശത്ത് പല ഓഫറുകളൊക്കെ നമുക്ക് തരും 3ലെ രാഹു നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ ആ ഓഫറുകളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് അതൊക്കെ പഠിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് പുതിയ പല ചതികളിലും വീഴാനായിട്ട് സാധ്യതകളുണ്ട്. പിന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള വല്ല തർക്കങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ആ ഭൂമിയുടെ കാരകത്വമായിട്ടുള്ള ഇരിക്കുന്ന ചുവയൊക്കെ നമുക്ക് 4ാം ഭാവവും 11ഒക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആധാരങ്ങൾ വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയിട്ടൊക്കെ ഒപ്പിടുന്ന സൈൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് രോഗാവസ്ഥകളിൽ ഇപ്പോൾ വാദം, അതായത് ശനി 2ൽ നിൽക്കുക, അതും കുംഭത്തിൽ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കാല് സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അതുപോലെ വയറ് സംബന്ധമായിട്ട് 10ാം ഭാവത്തിലാണ് കേതു. അപ്പോൾ വയറ് സംബന്ധ ഉദര രോഗങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ധാരാളം ഈ മകരൻ രാശിയിലിരിക്കുന്ന അവിട്ട നക്ഷത്രക്കാർക്കുണ്ട്. അതുപോലെ തന്നെ കുംഭൻ രാശിയിലേക്ക് വരുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച്
അവർക്ക് 3-ലാണ് ഇപ്പോൾ നിൽക്കുന്ന വ്യാഴം. 3-ൽ വ്യാഴം നിൽക്കുമ്പോൾ മുറവിളി കൂട്ടുന്ന പറയുന്നത്. എന്ത് കാര്യത്തിന് പോകുമ്പോഴും തടസ്സമാണ്, എന്തിനു പോയാലും തടസ്സങ്ങളാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പോകേണ്ട കാര്യങ്ങൾ 10 പ്രാവശ്യം പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 2024 ഏപ്രിൽ കഴിഞ്ഞാൽ അവർക്ക് ഇത്തിരി മാറ്റങ്ങളാണ് വരിക. അപ്പോൾ അവർക്ക് 4-ാം ഭാവത്തിലേക്ക് വ്യാഴം മാറും. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് വിദേശത്തൊക്കെ പഠിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ തൊഴിൽ തേടുന്നവരോ മനസ്സ് വിഷമിച്ച് ഇരിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. പിന്നെ 2-ലാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ആ ജന്മത്തിൽ ശനി വരുമ്പോൾ പല കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ അലസത വരും. അതായത് ഈ കുംഭക്കൂറിലുള്ള ആൾക്കാർക്ക് തന്നെ അലസത വരും. അപ്പം ഇന്ന് പറയേണ്ട കാര്യം ഇന്ന് തന്നെ പോവില്ല, നാളത്തേക്ക് വെക്കും. അപ്പം അങ്ങനെ വരുമ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളാണ് വരിക. ഇപ്പോൾ ഇതിൽ സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും സ്ലോ ആയിട്ട് നടക്കും. അതായത് ഇഴഞ്ഞിഴഞ്ഞ് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന പെട്ടെന്നൊരു കാര്യം പറഞ്ഞാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ വാക്കുകൾ മാത്രം മതി. അതുപോലെയാണ് ഈ കുംഭൻ രാശിയിലുള്ള അവിട്ട നക്ഷത്രം. ഇപ്പോൾ ഈ 2 രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോവാം, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ജാതകമൊക്കെ നന്നായി പരിശോധിച്ച് അതിലൂടെ വരുന്ന ദശാകാലങ്ങളും മറ്റും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കൂടി അതിൻ്റെ പരിഹാരങ്ങളും ഇപ്പോൾ നമ്മൾ പറയുന്ന ഗണപതിക്ക് നമ്മളൊരു മുട്ടിറക്കി പ്രാർത്ഥിക്കുക. ശിവൻ്റെ അമ്പലത്തിൽ പോയി പിന്നിലും മുന്നിലും വിളക്ക് ധാര, കൂവളത്തിൻ മാല, പിന്നെ പത്മമിട്ട് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പത്മമിട്ടിട്ട് രക്ഷസന് പായസം കൊടുക്കുക. അത് ഓരോ ദേശത്ത് ഓരോ ആചാരത്തിലായിരിക്കും. അപ്പോൾ പത്മമിട്ട് പായസം കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞാൽ മതി ക്ഷേത്രത്തിൽ. പിന്നെ രാഹുവിന് ആയില്യപൂജ കൊടുക്കുക. ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് ചുവന്ന പൂക്കൾ കൊണ്ട് ചൊവ്വാഴ്ച ദിവസം അർച്ചന നടത്തുക. അപ്പോൾ നിങ്ങളുടെ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായി ഈ ഒരു വർഷം ഏറ്റവും നല്ല ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചതയ നക്ഷത്രം. അപ്പോൾ ചതയ നക്ഷത്രം കുംഭക്കൂറിൽ മാത്രം നിൽക്കുന്ന നക്ഷത്രമാണ്. അപ്പോൾ ഈ കുംഭൻ രാശിയിൽ നിൽക്കുന്ന 3-ലായിരുന്നു വ്യാഴം ഇത്ര നാൾ. 2024 ഏപ്രിൽ കഴിയുന്നത് വരയ്ക്ക് നമുക്ക് വ്യാഴം 3-ലാണ് നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരാധീനം കുറവുള്ളൊരു സമയമാണ്. ദൈവത്തിന് എത്ര വിളിച്ചാലും നമ്മൾ വിളി കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തന്നെ പരാതികൾ തോന്നും. പിന്നെ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. 7-ര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു കാര്യത്തിന് പോയാലും അത് ശരിയാവില്ല എന്നൊക്കെ ഒരു തോന്നലുകളാണ് ഇപ്പോൾ നടക്കുക നമുക്ക്. അപ്പോൾ ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അതിനൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ വ്യാഴം മാറുമ്പോൾ 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ അപ്പം തന്നെ നടന്നില്ലെങ്കിലും പിന്നെ പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോയവരുണ്ടെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലും അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാലായിട്ട് വരുന്നത്. പിന്നെ 2-ാം ഭാവത്തിലാണ് രാഹു. 2-ൽ രാഹു വരുമ്പോൾ ആ സാമ്പത്തികമായ പുരോഗതി ഭയങ്കര സ്ലോ ആയിട്ടേ വരുള്ളൂ. സാമ്പത്തികമായ പുരോഗതി. ഇപ്പോൾ ഒരു പുതിയൊരു ജോലി കിട്ടി, നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം, പക്ഷേ അതിനനുസരിച്ചുള്ള ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളത് നിർത്തിയിട്ട് പോരേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെ കൊണ്ട് നന്നായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ 4-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുരോഗതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതേപോലെ ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക്. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടത്തി ആരോഗ്യപരമായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ആ ഒരു അസ്വസ്ഥത ഉണ്ടാവും. വയ്യ എന്നുള്ളത് വരും, ക്ഷീണം വരും, ഇതൊക്കെ നമുക്ക് ബാധിക്കും. അവർ ഇപ്പോൾ ഇൻഷുറൻസ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും പിന്നെ ബാങ്കിങ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അവർ ടാർഗറ്റ് മുട്ടിയില്ല, അങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ഏപ്രിൽ മെയ് മാസം ഫസ്റ്റോട് കൂടിയിട്ട് ഒരു മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി ഒന്നും വലിയ പ്രശ്നങ്ങളാവാതെ നോക്കേണ്ടത് നമുക്കൊരു കാര്യമാണ്. അതുപോലെ ഈ നക്ഷത്രത്തിൽ ചതയ നക്ഷത്രത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സ്ത്രീകൾക്ക് ഇവിടെ അഷ്ടമത്തിൽ എപ്പോഴും കേതു വരുന്നത്. അഷ്ടമത്തിൽ കേതു വരുമ്പോൾ ഉദരസംബന്ധമായ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ വരാനായിട്ട് വളരെ കൂടുതലാണ്. അത് ശ്രദ്ധിക്കണം.
എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടമമാണ്, അഷ്ടമ ഘണ്ഡകാരകനാണ് കൂടുതൽ. അപ്പോൾ ഖണ്ഡിക തന്നെ ചെയ്യുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം. നവഗ്രഹങ്ങളായിട്ടുള്ള ഈ രാഹുവിനും കേതുവിനും നമ്മൾ പറ്റത്തക്ക വഴിപാട്, അതായത് പട്ടും പൂജ, അതൊക്കെ നന്നായിട്ട് കൊടുക്കുക. പിന്നെ വാക്കുകൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കേണ്ട ഒരു സമയമാണ്. സാമ്പത്തികമായിട്ടുള്ള ചർച്ചകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും ചിലപ്പോൾ ബാങ്കിലൊക്കെ പോയി നമ്മളൊരു ലോണിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് അതിനൊരു മാറ്റം സംഭവിക്കാനൊക്കെ ആയിട്ട് വഴിയുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ കെയർ ചെയ്തിട്ട് നമ്മൾ ഈ ചതയ നക്ഷത്രക്കാർ പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ ദശാകാലവും വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളെ പഠിപ്പാണെങ്കിലും ഇവർ പഠിക്കുകയൊക്കെ ചെയ്യും. ഇവർ പഠിക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ നന്നായി ശ്രദ്ധിക്കണം. എന്നിട്ട് ഇവർക്ക് ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിലും മുന്നിലും വിളക്ക് രുദ്രാഭിഷേകം കൊടുക്കുക, അയ്യപ്പന് നീരാഞ്ജനം കൊടുക്കുക, ദേവീ ക്ഷേത്രത്തിൽ പോയി ഒരു ദേവീ മാഹാത്മ്യം പുസ്തകമൊക്കെ മേടിച്ച് വീട്ടിൽ വയ്ക്കുക, നന്നായിട്ട് ഭജിക്കുക. അതായത് അതിലേതെങ്കിലും ഒരു വരി ശ്ലോകമെങ്കിലും നന്നായിട്ട് ജപിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം നമ്മുടെ ഗ്രഹനിലയുടെ ദോഷങ്ങളൊക്കെ നോക്കി പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം നന്നായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. പൂരോരുട്ടാതി നക്ഷത്രം അത് കുംഭക്കൂറിലുണ്ട് 3/4 ഭാഗവും, 1/4 ഭാഗം മാത്രമാണ് മീനക്കൂറിലുള്ളത്. അപ്പോൾ കുംഭക്കൂറിലുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നമുക്ക് 3-ലാണ് വ്യാഴം നിൽക്കുന്നത്. ആ 3-ലെ വ്യാഴം ഇപ്പോൾ ഏപ്രിൽ 2024 ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് 1-ാം തീയതിയോടുകൂടി 4-ലേക്ക് അവരുടെ വ്യാഴത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ ഇവർക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അതായത് ഈ കുംഭത്തിൽ തന്നെയാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ 7ര ശനിയിൽ ജന്മശനിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ശനിയുടെ ദോഷം, ഇപ്പോൾ കുംഭത്തിൽ ശനി നിൽക്കുമ്പോൾ വലിയ ദോഷത്തെ കൽപ്പിക്കുന്നില്ല. എന്നുവെച്ചാൽ ശനീശ്വരൻ സ്വന്തം വീട്ടിൽ ബലവാനാണ് എന്നാണ് പറയുക. എന്നാലും നമ്മുടെ ഗ്രഹനിലയിൽ ശനി നീചത്തിലോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷങ്ങൾ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 4-ാം ഭാവത്തിലേക്ക് ഏപ്രിലിൽ വരുമ്പോൾ നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മളിപ്പോൾ എത്ര നാൾ മുറവിളി കൂട്ടിയിരുന്ന അത് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇത്തിരി നല്ല രീതിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ. അപ്പോൾ ഈ വ്യാഴം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കുറേ ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ ചെയ്തു എന്നുള്ളവരൊന്നും നിരാശപ്പെടേണ്ട കാര്യങ്ങളില്ല. അവരൊക്കെ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു വഴിത്തിരിവിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ കിട്ടിയ ജോലി 2-ലാണ് രാഹു, അത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കുറവായിരിക്കും കിട്ടുക. ഒരു ജോലി കിട്ടി നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇൻകം കിട്ടണം എന്നില്ല, എന്നാലും നമ്മൾ ആ ജോലിയിൽ തന്നെ കയറി നിൽക്കണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ നിന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് അഷ്ടമത്തിലേക്കാണ് നമ്മൾ കേതു വന്നിരിക്കുന്നത്. അഷ്ടമത്തിലേക്ക് കേതു വരുമ്പോൾ എപ്പോഴും ഖണ്ഡനമാണ് ചെയ്യുക. നമ്മൾ വിചാരിച്ച ജോലി കിട്ടുമ്പോൾ നമുക്ക് സുഖമല്ല, നമ്മൾ വിചാരിച്ച പോലെ ഒരു ലൈഫ്, കുടുംബ ബന്ധങ്ങൾ നല്ലതായിട്ട് വരുന്നെന്നില്ല. ഇവിടെ 2-ലെ രാഹു എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തിക പൈസ ഉണ്ടാവില്ല, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ രോഗാവസ്ഥകൾ ധാരാളം ഉണ്ടാക്കും, ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും. കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവും. ഇത് സ്ത്രീകളെ കുറിച്ചിട്ടാണെങ്കിൽ അവരെ തൊഴിൽ മേഖലയൊക്കെ അവർ നിൽക്കുമ്പോൾ ഓട്ടം, അതായത് എത്ര ഓടി ഓടി നടന്നാലും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുകൾ ഉണ്ടാവും. അതൊക്കെ ഈ ഏപ്രിൽ മാസത്തോടു കൂടി കുറച്ചൊക്കെ ഒരു മാറ്റം വന്ന് പോകുന്ന ഒരു സമയമാണ്. പിന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ 2-ലെ രാഹുവാണ്, അഷ്ടമത്തിൽ കേതുവാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോവുക. മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കാം. ബാത്റൂമിലൊക്കെ പോകുമ്പോൾ തെന്നി വിടാതെ. എന്ന് വെച്ചാൽ മീനൻ രാശി മത്സ്യങ്ങളെ പോലെ എന്ന് പറയും. അപ്പോൾ വെള്ളമുള്ള രാശിയാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിലോ വെള്ളമുള്ള സ്ഥലത്തൊക്കെ തെന്നി വിടാതെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം, പിന്നെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യുക. ഗ്രഹനിലയിൽ ശനിയൊക്കെ നല്ല ഭാവത്തിലാണെങ്കിൽ നമുക്ക് നല്ല ഫലങ്ങളായിരിക്കും കിട്ടുക. ഈ ശനി നീചത്തിലൊക്കെ നിൽക്കണമെന്നുവെച്ചാലാണ് ഏറ്റവും ദോഷഫലങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ വ്യാഴത്തിനെയും ശനീശ്വരനെയൊക്കെ നന്നായി ശ്രദ്ധിച്ച്, പിന്നെ ഭൂമിപരമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഭൂമിയിൽ കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ആധാരമൊക്കെ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ കേസ്, കോടതി അങ്ങനെയുള്ള ഭാവങ്ങളിലൊക്കെ വന്ന് പെടാനായിട്ട് സാധ്യതകളുണ്ട്.
അപ്പം നമ്മളൊരു ഭൂമി മേടിച്ചു, അതിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മളും കൂടി കേസിലേക്കൊക്കെ പോകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പിന്നെ നിങ്ങളുടെ ജാതകമൊക്കെ പരിശോധിച്ച് അതിൻ്റെ പരിഹാരങ്ങളും, പിന്നെ ഇപ്പോൾ വരുന്ന പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ നക്ഷത്രം ഈ കുംഭക്കൂറിലുള്ളവർക്കാണെങ്കിൽ ആണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി മീനക്കൂറിലുള്ളവർ, അത് കാൽഭാഗം ഉണ്ടല്ലോ മീനത്തിലുള്ള ഓരോരുത്തരുടെ നക്ഷത്രക്കാർക്ക് ശനി സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ. ആ 2 വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമല്ല, അവർക്ക് സാമ്പത്തികമൊക്കെ ഇങ്ങനെ ഇഴഞ്ഞ് പിഴഞ്ഞ് ഒക്കെ ഇങ്ങനെ കിട്ടും. പക്ഷെ 3ലേക്കാണ് വരുന്നത്. ഏപ്രിൽ മാസം കഴിഞ്ഞ 3-ാം ഭാവത്തിലേക്ക് വരും. ആ 3-ാം ഭാവത്തിൽ വരുമ്പോൾ 12ലെ ശനിയൊക്കെ ആവുമ്പോൾ നമ്മൾ വിചാരിച്ചു ഒക്കെ കിട്ടുമെന്ന് വിചാരിച്ച ഭാവം പോലെ അടഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഈ മീനൻ രാശിയിലുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. അവിടെ തന്നെയാണ് നമുക്ക് ജന്മത്തിൽ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. നമ്മളെ തളർത്തും, ശരിക്കും രാഹു നമ്മളെ തളർത്തിക്കളയും. അതൊക്കെ ഈശ്വരഭജനം കൊണ്ട് മാറ്റിയെടുത്ത്, പിന്നെ നിങ്ങളുടെ കുട്ടികളാണെങ്കിലും പിന്നെ ഭാര്യയായാലും ഒക്കെ കലഹങ്ങൾ ഉണ്ടാക്കാനൊക്കെ പൈസ അധികമായിട്ട് നമുക്ക് ചിലവ്, വരവിനേക്കാൾ കൂടുതൽ ചിലവ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ച് ഈ 4-ാം ഭാവത്തിൽ 4 മാസം കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് നമുക്ക് ഒരിത്തിരി മാറ്റങ്ങൾ വരും. പക്ഷേ ശനീശ്വരനെ നന്നായിട്ട് ഭജിക്കണം. നിങ്ങളുടെ ജാതകത്തിലെ ശനി ഏറ്റവും ഉച്ചസ്ഥനായിട്ട് തുലാത്തിലൊക്കെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങളായിരിക്കും ലഭിക്കുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരങ്ങളും കൂടി ചെയ്ത്, ഇപ്പോൾ ഞാൻ ഈ പറയുന്ന രാഹുവിന് പൂജ കൊടുക്കുക. 7-ാം ഭാവം കേതുവാണ്. അപ്പോൾ കുടുംബത്തിൽ ഭാര്യ ഭർത്താവും തമ്മിലുള്ള കലഹങ്ങൾ ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാര പൂജകളൊക്കെ ചെയ്ത് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയിട്ട് വേല് വഴിപാടെടുത്ത് കൊടുക്കുക. അതായത് സന്താനങ്ങൾക്ക് ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് വേല് വഴിപാട് നല്ലതാണ്. അവിടെ അഭിഷേകവും കൊടുക്കുക. മഹാലക്ഷ്മിക്ക് താമരപ്പൂ കൊണ്ട് അർച്ചന കൊടുക്കുക. പിന്നെ ശിവൻ്റെ അമ്പലത്തിൽ പിന്നിലും മുന്നിൽ ധാര പിന്നെന്താ കൂവളത്തിൻ മാല, അതൊക്കെ കൊടുത്ത് ഈ ഒരു വർഷം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഉത്രട്ടാതി നക്ഷത്രം മീനൻ രാശിയിലുള്ള നക്ഷത്രമാണ്. അപ്പോൾ ഈ 2024 ജാനുവരി മുതൽ അവർക്ക് ഇപ്പോൾ ഏപ്രിൽ മാസം വരെ, ഏപ്രിൽ മാസം വരെ 2-ാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ 2-ലെ വ്യാഴം നിൽക്കുമ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ എങ്കിലും ഇവർക്ക് 12-ാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. അപ്പോൾ 7 ശനിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഇപ്പോൾ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് 1 കൂടി വ്യാഴം മാറുകയാണ്, 3ലേക്ക് വരുന്നു. 3ലേക്ക് വ്യാഴം വരുമ്പോൾ നമുക്ക് സാമ്പത്തികം, അതായത് ധനമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ബ്ലോക്കാണ് വരുത്തുക. ഇപ്പോൾ ധനമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഭൂമിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ വിൽക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ശനീശ്വരൻ 12-ലാവുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തൊരു വിഷയത്തിന് ചെന്നാലും തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. പിന്നെ കുട്ടികളാണെങ്കിൽ വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ട് എന്ത് കാര്യത്തിന് ചെന്നാലും അതിൽ ഈ പേപ്പർ വന്നില്ല, മറ്റേ പേപ്പർ വന്നില്ല, അങ്ങനെയുള്ള പല തടസ്സങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് ആണെങ്കിലും 7-ാം ഭാവത്തിൽ കയറി നിൽക്കുന്നത് കൊണ്ട് കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ വാക്ക് തർക്കങ്ങളും ദോഷങ്ങളും ധാരാളം ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. കൂടുതൽ സംസാരങ്ങൾ കുറച്ചുകൊണ്ട് കർമ്മത്തിൽ മാത്രം ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീക്കണം. ഇപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മുടെ ബിസിനസ് എന്താണ് ചെയ്യുക, മറ്റുള്ളവർ അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒന്നും നോക്കാതെ മുന്നോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 12-ലെ ശനീശ്വരൻ എപ്പോഴും നമ്മളെ തളർത്തും. നമ്മളെ തളർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത വിധത്തിൽ നമുക്ക് ബ്ലോക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ അതിജീവിക്കാനായിട്ട് നമുക്ക് ശിവൻ്റെ അമ്പലത്തിൽ തന്നെ പോയി പിന്നിലും മുന്നിലും വിളക്ക്, ധാര, രക്ഷസിന് പാൽപ്പായസം അതൊക്കെ കൊടുത്ത് നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം കർമ്മത്തിലാണ് ഈ മീനൻ രാശിക്കാരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അവരെ കർമ്മം മാത്രം, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിപ്പിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അതേപോലെ തൊഴിൽ തേടുന്നവരാണെന്നുണ്ടെങ്കിലും വിദേശത്തേക്ക് പോകുന്നവരാണെങ്കിലും ഒരു പേപ്പർ അത് ശരിയായില്ല, സൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരാതെ നമ്മൾ ആ പേപ്പർ പോയി ഒപ്പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെ ക്ഷമാപൂർവം നമ്മൾ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ ഈ നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെ
നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങളുടെ ഗ്രഹനില നോക്കുക. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് നിങ്ങളുടെ ജാതകത്തിൽ വരുന്ന നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് മാറ്റം വരും. ആ മാറ്റങ്ങളനുസരിച്ച് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞാൻ പറയുന്ന ഏഴര ശനിയുടേതായിട്ടുള്ള പരിഹാരം, ശിവൻ്റെ അമ്പലത്തിൽ പോണതും പിന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക, ദേവീ ക്ഷേത്രത്തിൽ പോവുക, ശിവന് പാല് കൊണ്ട് ധാര കൊടുക്കുക, ഈ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മഞ്ഞപ്പട്ടിൽ ഏപ്രിൽ മാസം കഴിഞ്ഞ 3-ാണല്ലോ വരിക, മുറവിളി കൂട്ടുകയാണ് ചെയ്യുക. അയ്യോ എന്ത് കാര്യം തടസ്സമാണല്ലോ എന്നൊക്കെ പറയുന്നതിന് മുൻപ് മഞ്ഞപ്പട്ടിൽ ഒരു പിടിപ്പണവും ഒരു കാമധേനു പ്രതിമയും കൂടിയിട്ട് സമർപ്പിക്കുക. ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ല ശോഭന ഫലങ്ങളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. രേവതി നക്ഷത്രം മീനൻ രാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് 2-ാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 2024 ഏപ്രിൽ മാസം ലാസ്റ്റ് മെയ് 1 വരെ വ്യാഴം 2-ലാണ് നിൽക്കുന്നത്, 2-ാം ഭാവത്തിൽ. അത് കഴിഞ്ഞാൽ വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് നമുക്ക് ഇത്തിരി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാനായിട്ട് സാധ്യതകളാണ്. ഇവിടെ ഏഴരശനിയുടെ കാലഘട്ടവുമാണ്. ശനീശ്വരൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനീശ്വരൻ 12-ൽ നിൽക്കുകയും 3-ലേക്ക് വ്യാഴം മാറുകയും ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ വിൽപ്പനയോ അല്ലെങ്കിൽ വീട് അങ്ങനെയൊക്കെ വാഹനം അതൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്നതാണെങ്കിൽ തടസ്സങ്ങളെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഏപ്രിലിന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി നല്ലതാണ്. ഏപ്രിൽ മാസത്തോടു കൂടി നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഈ ശനി 12-ൽ നിൽക്കുമ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ തൊഴിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേൽ ഉദ്യോഗസ്ഥന്മാരിലൂടെ ഉണ്ടാവുന്ന ദോഷങ്ങളുണ്ടാവും. എന്ത് ചെയ്താലും അത് ദോഷമായി കണക്കാക്കും. അവരെപ്പോഴും നമ്മളെ ദേഷ്യപ്പെടാനും ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്. 7-ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചെന്നാൽ അവിടെയും മേലുദ്യോഗസ്ഥന്മാരിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ മീനൻ രാശി മത്സ്യങ്ങളുടെ പോലെയല്ലേ, ആ വെള്ളത്തിൽ എങ്ങനെയൊക്കെ കിടന്ന് നമ്മൾ കളിക്കാൻ പറ്റുന്നു അതുപോലുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ. അത് ഈ ശനി നിങ്ങളുടെ ജാതകത്തിലൊക്കെ ശനീശ്വരൻ നല്ലൊരു സ്ഥാനത്താണെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ല, ഇതിലേക്ക് മാറ്റങ്ങളായിട്ട് വരും. പിന്നെ ജാതകത്തിൽ ദശാകാലങ്ങളിൽ വരുന്നൊരു മാറ്റങ്ങളും നമുക്ക് വരുന്നതാണ്. ഇതൊക്കെ ഗോചരാവസ്ഥയിലാണ് പറയുന്നത്. ഇപ്പോൾ 2024 നമുക്ക് ഗോചരം വരുന്ന വ്യാഴത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നതും. പിന്നെ അതേപോലെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിലും പെട്ടെന്നൊരു പോക്ക് എന്ന് പറയാനായിട്ട് ഏപ്രിൽ കഴിഞ്ഞാൽ നടക്കുന്നതല്ല. അപ്പോൾ അവരേക്ക് വ്യാഴക്ഷേത്രത്തിൽ പോവുക, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോവുക, പറ്റത്തക്ക വഴിപാടുകളൊക്കെ ചെയ്യുക, മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാറാനാണ് നമ്മൾ ഈ പിടിപ്പണം, എണ്ണാപ്പണം സമർപ്പിക്കുന്നത്. ശിവൻ്റെ അമ്പലത്തിൽ പോവുക, പിന്നിലും മുന്നിൽ വിളക്ക്, ധാര, രുദ്രാഭിഷേകം കൊടുക്കുക. രുദ്രാഭിഷേകമൊക്കെ രോഗദുരിതങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിലെ ഞരമ്പ് സംബന്ധമായ രോഗം, കാലുമുണ്ടാവുന്ന രോഗം, ഇതൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഒരു 11 തരം കൂട്ടുമരുന്നുകൾ കൊണ്ടാണ് ഈ അഭിഷേകം തന്നെ നടത്തുന്നത്, രുദ്രാഭിഷേകം. അത് ചെയ്യിപ്പിക്കുക. പിന്നെ രാഹുവിന് പൂജ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ആ ജന്മത്തിൽ മീനത്തിൽ തന്നെയാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് സ്കിന്നിന് സംബന്ധമായ രോഗം ഉണ്ടാവും, ഉദരത്തിലെ രോഗം ഉണ്ടാവും, കാലിന്മ രോഗം ഉണ്ടാവും. ഈ രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. കുട്ടികളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇപ്പോഴും അവർക്ക് ഈ നീർവീഴ്ച, മൂക്കടപ്പ് അങ്ങനെയുള്ള രോഗങ്ങളുണ്ടാവും. അങ്ങനെ എല്ലാവർക്കും രോഗാവസ്ഥകളൊക്കെ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഈ രേവതി നക്ഷത്രക്കാർക്കുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ ശിവൻ്റെ അമ്പലത്തിൽ പോവുകയും അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുകയോ നീരാഞ്ജനം സമർപ്പിക്കുക, രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യുക. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ ദേവി മാഹാത്മ്യം നന്നായിട്ട് പറഞ്ഞ് അർച്ചന ചെയ്യിപ്പിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൂകാംബികയിലൊക്കെ പോയിട്ട് അർച്ചന നടത്തൽ ഏറ്റവും നല്ലൊരു സമയമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അവർ ഈ പരിഹാര പൂജകളൊക്കെ ചെയ്ത് നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ 2024 മുതൽ എല്ലാ ദോഷപരിഹാരങ്ങളും ചെയ്ത് നമുക്ക് ഏറ്റവും നല്ല ശോഭന ഫലങ്ങൾ കിട്ടുന്നതായിരിക്കും.